ويسر لي أمري واحلل عقدة من لساني يفقه قولي واجعل لي وزيرا من أهلي هارون أخي اشدد به يزري وأشركه في أمري يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على عهدي مولاي على حبيبك خير يا صاحب الخضراء يا سندي يا سيدي يا رسول الله خذي مولاي صل وسلم دائما أبدا على حبيبك خير كلهم فأنت نور الهدى في كل كائنة وأنت سر الندى يا خير معتمدي مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم ആദരണീയരായ പണ്ഡിതന്മാരെ, സ്നേഹസമ്പന്നരായ മാതാപിതാക്കളെ, വാത്സല്യനിധികളായ കൊച്ചനുജന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഏവർക്കും ഒരാവർത്തി കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കരുണക്കടലായ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മുടെ ഈ സദുദ്യമത്തെ സമ്പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് ഇന്ന് ഈ നിമിഷം വരെ സംഭവിച്ചു പോയ സർവ്വ തെറ്റുകുറ്റങ്ങളും ഈ മഹത്തായ മഹബ്ബത്തിന്റെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു മാപ്പ് ചെയ്യുമാറാകട്ടെ. മേലിൽ പാപരഹിതമായ ഒരു ജീവിതവുമായി ബന്ധപ്പെട്ട് സൃഷ്ടജീവിതം അള്ളാഹുവിന്റെ ഇഷ്ടത്തിലായി ജീവിച്ചു അവന്റെ ഇഷ്ടദാസന്മാർ എപ്രകാരമാണോ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്, അപ്രകാരം സുന്ദരമായ സ്വർഗത്തിന്റെ ചിത്രം കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് വിട പറയുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട് നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മുടെ അഭ്യുതകാംക്ഷികൾ, നമ്മുടെ ഗുണകാംക്ഷികൾ, നമ്മോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, നാം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, വിജ്ഞാന വഴിയിൽ സഹായിച്ചവർ, പ്രഭാഷണ മേഖലകളിൽ ഭക്ഷണം നൽകുന്നവർ, സഹകരിക്കുന്നവർ, വേദികളിലും സദസ്സുകളിലും ഇതുപോലെ ഉപവിഷ്ടരാകുന്നവർ, നാം ആരോടൊക്കെ പ്രാർത്ഥന കൊണ്ട് കടമപ്പെട്ടിട്ടുണ്ടോ മുഴുവൻ ആളുകളെയും പടച്ച റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പറയപ്പെട്ട ഭാഗ്യത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീർഘമായ ഒരു ആമുഖത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ലോകൈക ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ അവിടുത്തെ ജന്മമാസത്തിൽ മുഴുവൻ ഭൂഖണ്ഡങ്ങളിലും പോരാ മുഴുവൻ അല്ലാഹുവിന്റെ സൃഷ്ടികളിലും ആ പ്രവാചകനിലുള്ള സന്തോഷത്തിന്റെ അലതല്ലൽ അനുരാഗത്തിന്റെ ആന്തോളനങ്ങളായി അലയടിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ പരിസരത്തെ ഒരു പിടി യുവത്വത്തിന്റെ പ്രസരിപ്പുകൾ അല്ലാഹുവേ
അവരെ നീ പ്രവാചകനെ പരിപൂർണമായി പിൻപറ്റുന്നവരും പ്രേമിക്കുന്നവരുമാക്കി നീ മാറ്റിക്കൊടുക്കണമല്ലോ. ഞങ്ങൾക്കെല്ലാവർക്കും ആ വഴിയിലൂടെ സഞ്ചരിച്ച് സ്വർഗം പുൽകാനുള്ള മഹാഭാഗ്യം നൽകണം അല്ലോ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുമ്പോൾ നാവിനുണ്ടാകുന്ന ഇമ്പം പോലെ, കേൾക്കുമ്പോൾ കാതുകൾക്കുള്ള രസം പോലെ, ചിന്തിക്കുമ്പോൾ ഹൃദയത്തിന്റെ ഹാരി പോലെ, മറ്റൊരു പ്രമേയത്തിലും അത് കണ്ടെടുക്കാൻ സാധ്യമല്ല. ഇന്നുവരെ ഒരാളും പ്രവാചകനെ കുറിച്ച് പറഞ്ഞു മതിയായി എന്ന് ചരിത്രം ഇല്ല, മടിയായി എന്നും ചരിത്രം ഇല്ല. കരകാണാ കടലുപോലെ പ്രവിശാലമായി, മറുകര കാണാത്ത സമുദ്രം പോലെ, ആഴി കാണാത്ത അലകടൽ പോലെ പ്രവാചക പ്രണയത്തിന്റെ അലയൊലികൾ പ്രവിശാലമായ പ്രതിഭാസമായി പ്രപഞ്ചത്തിൽ പ്രതിധ്വനിക്കുകയാണ്. അതിന്റെ തീരത്തെങ്കിലും പോയി നിന്ന് ആ അനുരാഗത്തിന്റെ അരുണകിരണങ്ങളെ ഒന്നാസ്വദിക്കാൻ നീ സദസ്സ് നീ സബബാക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബായ പ്രവാചകനെ ആരാണ് ഉയർത്തിയത്? കേവലം ഏതെങ്കിലും ഒരു സൃഷ്ടിയല്ല. വറഫഅനാ ലക ദിക്റക. അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, നാം അവിടുത്തെ സ്മരണയെ, അവിടുത്തെ ഓർമ്മയെ, അവിടുത്തെ പറയലിനെ നാം ഉയർത്തിയിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. അല്ലാഹുവാണ് പ്രവാചകനെ ഉയർത്തിയത്. ഈ പ്രപഞ്ചത്തെ പടയ്ക്കാൻ കാരണക്കാരനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ആ പ്രവാചകനോടുള്ള ബന്ധത്തിന്റെ, പ്രണയത്തിന്റെ, മഹബ്ബത്തിന്റെ, ഇഷ്കിന്റെ കടുപ്പവും അല്ലാഹുവാണ് നമ്മളെ ഓർമ്മപ്പെടുത്തിയത്, പഠിപ്പിച്ചത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുരാഗത്തിന് വേലിക്കെട്ടുകളില്ല, മതിൽക്കെട്ടുകളില്ല, അതിർവരമ്പുകളില്ല. പ്രണയത്തെ സ്കെയിൽ കൊണ്ടളക്കാൻ വരുന്ന ഉൽപ്പതിഷ്ണുക്കൾ ലോകത്ത് എവിടെയൊക്കെയോ മ്ലേച്ഛകരമായ അശ്ലീലതകൾ എന്ന് പറയേണ്ട ചില വാചകങ്ങൾ പറയുകയാണ്. അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. ഹബീബായ പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ മഹബത്ത് പറയുന്ന ഈ സദസ്സിൽ പ്രവാചകനെ കുറിച്ച് കേൾക്കുമ്പോ ആവേശത്തിൽ സ്വലാത്ത് ചൊല്ലാനുള്ള ഒരു വലിയ മനസ്സ് നമുക്കുണ്ടാകണം. ഞാൻ എന്റെ പ്രിയപ്പെട്ട പുരുഷന്മാരോട് വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ ആവേശത്തിൽ സ്വലാത്ത് ചൊല്ലുന്നത് പ്രണയത്തിന്റെ പ്രകടമായ അടയാളമാണ്. ഇമാം ജസൂലി തങ്ങൾ അവിടുത്തെ ദലായിലൂടെ പറയുകയാണ്, ഹൃദയത്തിൽ അനുരാഗമുള്ള ഒരു വ്യക്തി പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വലാത്തിന് ഡയറക്റ്റ് കേൾക്കുമെന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ ഈ വെള്ളിയാഴ്ച രാവിൽ ഈ സദസ്സിൽ നിന്നുകൊണ്ട് അനുരാഗബദ്ധമായി ചൊല്ലുന്ന സ്വലാത്തുകൾ, അനുരാഗത്തിന്റെ അനന്തകോടി അശ്രുഗണങ്ങൾ വീണ് അനുഗ്രഹീതമായ പുണ്യമദീനയുടെ മണൽപ്പരപ്പിലെ രാജകുമാരനായി ശോഭിച്ച് അവിടെ നിന്ന് ഈ സ്വലാത്തിനെ കേൾക്കണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര വലിയ പവറാണ് അല്ലാഹു ആ പ്രവാചകന് കൊടുത്തത്. മനുഷ്യോൽപത്തിയുടെ നായകൻ അബൂന അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യ മനുഷ്യനാണ്, ആദ്യ പിതാവാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ച സമയത്തുള്ള ചില പരാമർശങ്ങൾ അല്ലാഹു മലക്കുകളോട് നടത്തിയത് നമുക്കറിയാം. സുജൂദി ആദം, ആദമിന് നിങ്ങൾ സുജൂദ് ചെയ്യണം. സജദൽ മലായികത്തു കുല്ലുഹും അജ്മഊൻ, എല്ലാ മലക്കുകളും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ്, മൽഊനായ ഇബ്ലീസ്. ഞാൻ പറയുന്നത്, ആദം നബി ഒരു നബി മാത്രമാണ്, റസൂലല്ല.
ചിന്തിക്കണം നിങ്ങൾ. ആദം നബി ഒരു നബി മാത്രമാണ്, റസൂലല്ല. നബിയെക്കാളും പവറുള്ള ആളാണ് റസൂൽ. കേവലം ഒരു നബി മാത്രമായ അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് 3 × 10⁸ വേഗതയിൽ സഞ്ചരിക്കുന്ന ലൈറ്റ്, പ്രകാശം, ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്ന പ്രകാശം, ആ പ്രകാശത്താൽ പടക്കപ്പെട്ട മലക്കുകൾ മുഴുവനും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്തു. മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉൾപ്പെടെ ഒരു നബിക്കാണ് ചെയ്തത്. അപ്പോൾ റസൂലിന്റെ പവർ എത്രയാണ്? ആ മുർസലീങ്ങളെ, റസൂലുകളെ മുഴുവനും പടയ്ക്കാൻ കാരണക്കാരനായ സയ്യിദുൽ മുർസലീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവർ എത്രയായിരിക്കും? എല്ലാ മലക്കുകളും കേവലം ഈമാൻ വർദ്ധിക്കും, ഈമാൻ ചുരുങ്ങും. വർദ്ധനവുള്ള ഈമാൻ അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. മാധുര്യമുള്ള ഈമാൻ അല്ലാഹു നൽകുമാറാകട്ടെ. മധുരമുള്ള ഈമാനിന്റെ മധുരിമ ആസ്വദിക്കാനുള്ള വല്ലാത്തൊരു മഹാഭാഗ്യം അല്ലാഹു നമുക്ക് ഈ സദസ്സ് കൊണ്ട് നൽകുമാറാകട്ടെ. നിങ്ങൾക്കറിയുമോ, ആ മഹബ്ബത്തിന്റെ മാധുര്യം ലഭിക്കണമെങ്കിൽ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു കിതാബുൽ ഈമാനിൽ ഒരു ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈമാനിന്റെ മാധുര്യം ലഭിക്കുന്നത് ആർക്കാണ്? സലാസത്തുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, 3 കാര്യങ്ങൾ ആരിൽ മേളിച്ചുവോ, ആരിൽ സമ്മേളിച്ചുവോ, വജദ ഹലാവത്തുൽ ഈമാൻ, അവൻ ഈമാനിന്റെ മധു നുകരുന്നതാണ്. 2 പരാമർശം അവസരോചിതമല്ല. ഒന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടെ പറയുകയാണ്. ഈമാനിന്റെ മധുരം, ഈമാനിന് മധുരമുള്ളത് ആർക്കാണ്? അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിനോട്, അവന്റെ ഹബീബിനോട് അവർ 2 പേരുമല്ലാത്തവരെക്കാളും പ്രിയം കൂടുന്നത് ആർക്കാണോ, ആർക്കാണോ പ്രവാചകനോട് മഹബ്ബത്തുള്ളത്, എല്ലാവരെക്കാളും എല്ലാറ്റിനേക്കാളും ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രണയം ഹൃദയത്തിലുള്ള ആരാണോ, വജദ ഹലാവത്തുൽ ഈമാൻ, അവൻ ഈമാനിന്റെ മധു നുകരുന്നതാണ്, അവൻ ഈമാനിന്റെ മധുരം അനുഭവിക്കുന്നതാണ്. മഹബ്ബത്തിലാണ് ഈമാനിന്റെ മധുരമുള്ളതെന്ന് ഹബീബ് തന്നെ സ്വഹീഹായ ഹദീസിൽ പഠിപ്പിക്കുകയാണ്. ഏത് മഹാന്മാരെ പരിശോധിക്കുമ്പോഴും, ഏത് മഹത്തുക്കളെ പരിശോധിക്കുമ്പോഴും അവർ പ്രണയലോകത്തെ പറവകളായി പറന്നുയർന്നവരായിരുന്നു. വല്ലാഹി യാ ഖൈറൽ ഖലായിഖി ഇന്നലീ ഖൽബൻ മശൂഖൻ ലാ യറൂമു സിവാക. ഖൽബ് നിറച്ചും മഹബ്ബത്തോടെയാണ് നടന്നു നീങ്ങിയത്. ഇമാം അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു തആല അൻഹു പാടി പറഞ്ഞു തന്നതല്ലയോ. അതുകൊണ്ട് എല്ലാവർക്കും കൊണ്ടുപോകാൻ പരലോകത്തിൽ വലിയ പ്രതീക്ഷയുള്ള അമൽ ഹുബ്ബുൻ നബിയ്യി വമദ്ഹുഹു ഖൈറുൽ അമൽ വഅസൽനിലാഹു ബിഹി യുബല്ലിഗുഹു അമൽ വലഹു ബിലൈലി ശഫാഅത്തിൻ ത്വാഹ കഫൽ عند الإله منعما تنعيما صلوا عليه وسلموا تسليما. വെളിയങ്കോട് ഉമർ ഖാദി തങ്ങൾ പോലും പാടി പറന്നു തന്നതാണ് സഹോദരങ്ങളെ. ഹുബ്ബുൻ നബി, ഹബീബിനോടുള്ള ഹുബ്ബും വമദ്ഹുഹു, ഹബീബിനോടുള്ള മദ്ഹും അത് കേവലം ചെറിയ അമലല്ല, അത് ഖൈറുൽ അമൽ, ഖൈറുൽ അമൽ വലിയ ഖൈറായ അമലാണ്. അല്ലാഹു ആ അമൽ മുറുകെ പിടിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ, തൗഫീഖ് നൽകുമാറാകട്ടെ, തൗഫീഖ് നൽകുമാറാകട്ടെ. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ 2ാമത്തെ ഖലീഫയും
20 ഭൗതിക സാമ്രാജ്യത്തിന്റെയും ഒരാത്മീയ സാമ്രാജ്യത്തിന്റെയും ചെങ്കോലുവാണ് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. ഹബീബായ പ്രവാചകനോടൊപ്പം നിഴലുപോലെ സഞ്ചരിക്കുകയാണ്. പ്രവാചകന്റെ പ്രണയ പരിസരത്ത് നിഴലുപോലെ സഞ്ചരിച്ച് മുന്നോട്ട് കടന്നു പോകുന്ന ഒരു സന്ദർഭം. മുത്തുനബിയെ, എനിക്കൊരു കാര്യം പറയാനുണ്ട് യാ റസൂലല്ലാഹ്. ഹബീബായ പ്രവാചകനോട് പറയുകയാണ്, അന്ത അഹബ്ബു ഇലയ്യ ഇല്ലാ നഫ്സി, അന്ത അഹബ്ബു ഇലയ്യ ഇല്ലാ നഫ്സി. അല്ലയോ പ്രവാചകരെ, എന്റെ ശരീരമല്ലാത്ത മുഴുവൻ വസ്തുക്കളെക്കാളും മുഴുവൻ വ്യക്തികളെക്കാളും എനിക്ക് അങ്ങയോട് മഹബ്ബത്താണ് നബിയെ, എനിക്ക് അങ്ങയോട് ഇഷ്ടമാണ് നബിയെ. റസൂൽ പറഞ്ഞു, ഉമറേ, നിന്റെ ഈമാൻ പരിപൂർണമായില്ല. എന്തുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ അങ്ങനെ പറഞ്ഞത്? അല്ലാഹുവിന്റെ ഖുർആൻ അവതരിച്ചു പോയി, ജിബ്രീൽ ചിറകടിച്ചു വന്നുപോയി, ആ നെറ്റിത്തടത്തിൽ വിയർപ്പിന്റെ കണികകൾ വന്നുപോയി. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അവരുടെ ശരീരങ്ങളെക്കാൾ ഹബീബായ പ്രവാചകനോട് ബന്ധം, ഏറ്റവും വലിയ ബന്ധമുള്ളത് മുത്തുനബിയാണ് സ്വന്തം ശരീരത്തെക്കാളും. അതുകൊണ്ട് ശരീരത്തെ മാറ്റിവെച്ചുകൊണ്ട് ഉമറേ, നീ പറഞ്ഞാൽ നിന്റെ ഈമാൻ പൂർണ്ണമാവുകയില്ല. ഉടൻ തന്നെ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ശരീരത്തെക്കാളും എനിക്ക് അങ്ങയോട് ഇഷ്ടമാണ് നബിയേ. അപ്പോഴാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, കമ്മൽതൽ ഈമാൻ, നീ ഈമാനിനെ പൂർണ്ണമാക്കി ഉമറേ. അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് സലാമത്ത് നൽകുമാറാകട്ടെ. എത്ര പവറാണ് ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നിങ്ങൾ ആലോചിച്ചു, ഏത് പ്രവാചകന്മാരെ കുറിച്ച് പഠിച്ചു, ഏത് പ്രവാചകന്മാരെ കുറിച്ച് പഠിച്ചു? ഒരു കാലഘട്ടത്തിലേക്ക് മാത്രം, ഒരു സമൂഹത്തിലേക്ക് മാത്രം, ഏതെങ്കിലും ഒരു പ്രവിശ്യയിലേക്ക് മാത്രം, ഏതെങ്കിലും ഒരു സമുദായത്തിലേക്ക് മാത്രമാണ് നിയോഗിതരായത്. നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇലാ ആദിൻ അഖാഹും ഹൂദ. നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇറമ പട്ടണത്തിലേക്ക്, ആദ് സമൂഹത്തിലേക്ക് അല്ലാഹു അയച്ചു എന്ന് ഖുർആൻ. വഇലാ സമൂദ അഖാഹും സാലിഹ്. സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സമൂദ് ഗോത്രത്തിലേക്ക് അല്ലാഹു അയച്ചു. വഇലാ മദിയന അഖാഹും ശുഐബ. മദിയനിലേക്ക് ശുഐബ് നബിയെ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അയച്ചു. വഅർസൽനാ നൂഹൻ ഇലാ ഖൗമി. നൂഹ് നബിയെ തന്റെ സമൂഹത്തിലേക്ക് മാത്രം നിയോഗിച്ചു. നൂഹ് നബിയെ തന്റെ സമൂഹത്തിലേക്ക് മാത്രം നിയോഗിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കണം. ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന്റെ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രവാചകരെ കുറിച്ച്. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിന് മാത്രമല്ല, ഏതെങ്കിലും ഒരു സമൂഹത്തിന് മാത്രമല്ല, ഏതെങ്കിലും ഒരു പ്രവിശ്യക്ക് മാത്രമല്ല. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. മുഹമ്മദുർ റസൂലുള്ളാഹ്. അതെല്ലാം കേട്ടോ? നിങ്ങൾ കേൾക്കാനല്ല പറഞ്ഞു, അതെല്ലാം മിക്ക ഓഫാക്കി. അപ്പം ഞാൻ ഇത്ര കിടന്ന് ഇതാക്കിയാലും അവിടെ ഉണ്ടാവും. ഇവിടെ വരെ അപ്പുറത്തോ പോകില്ല. നിങ്ങൾക്ക് ഉറങ്ങിയോ ഊർക്കം വലിക്കുകയൊക്കെ ചെയ്യാം. മനസ്സിലായില്ലേ? നിങ്ങളുടെ സാധനം സേഫ്റ്റിയായി, എൻ്റെ തൊണ്ട സലാമത്തുമായി ആവട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ലോക്ക് ചെയ്ത് വെച്ചില്ലായിരുന്നെങ്കിൽ കുറച്ച് സംഭവമാണ്. വളരെ ലോത്തുപടിയായിരുന്നു. ലോക്ക് ചെയ്തില്ലായിരുന്നു, നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നു ലൈവായിട്ട്.
ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. സർവ്വലോകത്തിനും അനുഗ്രഹമാണ്. കറുത്തവന്റെ മാത്രം നേതാവല്ല, വെളുത്തവനല്ല, പാവപ്പെട്ടവനല്ല, പണക്കാരനല്ല, അടിമയാകട്ടെ ഉടമയാകട്ടെ, തൊഴിലാളിയാകട്ടെ മുതലാളിയാകട്ടെ, പാവപ്പെട്ടവനാകട്ടെ പണക്കാരനാകട്ടെ, പാശ്ചാത്യനാകട്ടെ പൗരസ്ത്യനാകട്ടെ, അറബിയാകട്ടെ അനറബിയാകട്ടെ, എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യ വിഭാഗമാകട്ടെ, ജിന്ന് വിഭാഗമാകട്ടെ, മലക്ക് വിഭാഗമാകട്ടെ, ഇഹപരലോകമാകട്ടെ, അല്ലാഹുവിന്റെ പടപ്പുകൾ, അല്ലാഹുവിന്റെ പടപ്പുകൾ എന്തെല്ലാം ഉണ്ടോ അതിന് മുഴുവനും റബ്ബിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഗ്രഹമാണ്, റഹ്മത്താണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഓരോ പ്രവാചകന്മാരെ ഓരോ പ്രവിശ്യയിലേക്ക്, ഓരോ നാട്ടിലേക്ക്, ഓരോ കാലഘട്ടത്തിലേക്ക് പരിമിതപ്പെടുത്തി ഹബീബിനെ മൊത്തത്തിൽ അയച്ചു സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനൊന്നും കൂടി പറയട്ടെ, ഏത് പ്രവാചകന്മാർക്കും അവരുടെ നാട്ടിൽ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ നാടുകളിൽ പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ആ പ്രയാസങ്ങൾ അതികഠിനമാവുകയും അവരുടെ പ്രവർത്തന പ്രബോധന പാതയിലേക്ക് കടന്നു വന്ന ചില അങ്കുലി പരിമിതമായ ആളുകളുമായി എത്രയോ പ്രവാചകന്മാർ അവരെ നാട് വിട്ടുപോയി. പിന്നെ ആ നാട്ടിലേക്ക് ആരും വന്നിട്ടില്ല. ആ നാട്ടിലേക്ക് അവർ മടങ്ങിയിട്ടില്ല, അള്ളാഹു മടക്കിയിട്ടില്ല. എന്നു മാത്രമല്ല, ആ പ്രവാചകന്മാരെ അള്ളാഹു ആ നാട്ടിൽ നിന്ന് മാറ്റും. ആ അധികാരികളെ അള്ളാഹു തലകീഴായി മറിച്ച് ശിക്ഷിക്കുന്ന ഒരുപാട് കഥകളാണ് പ്രവാചകന്മാരുടെ ചരിത്രത്തിലുള്ളത്. ജലപ്രളയം കൊണ്ട്, ഭൂമികുലുക്കം കൊണ്ട്, വലിയ അള്ളാഹുവിന്റെ കഠിനകഠോരമായ ശിക്ഷ കൊണ്ട്. പക്ഷേ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മക്കയിൽ നിന്നും കടന്നുപോയല്ലോ. അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം കടന്നുപോയി. ആ നാട്ടിൽ നിന്നും കടന്നുപോയി. ശത്രുക്കളുടെ പ്രഹരം അതിശക്തമായപ്പോൾ പ്രവാചകൻ പേടിച്ചോടിയതല്ല. പേടിയുള്ള പ്രവാചകനല്ല നമ്മുടെ പ്രവാചകൻ. ഹുമുൽ ജിബാലു ബല കദ്ദഹിരി ഫീ ഹിമ്മത്തിൻ ബൽ സാദത്തുൻ കുബറാ മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. പുണ്യപ്രവാചകരുടെ അനുയായികളുടെ മനക്കരുത്ത് തന്നെ, അവരുടെ ശാരീരിക ശേഷി തന്നെ, അവരുടെ ചങ്കൂറ്റ തന്നെ മല പോലെ ഉറപ്പുള്ളതാണെങ്കിൽ ആ നേതാവ് എത്ര വലിയ ധൈര്യശാലിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകനും കടന്നുപോയി. അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം പേടിച്ചോടിയതല്ല. ആ മക്കയിൽ നിന്നും വിട പറഞ്ഞു പോകുമ്പോ പരിശുദ്ധമായ കഅബാലയത്തെ നോക്കിക്കൊണ്ട് ഹബീബും പറഞ്ഞില്ലയോ പരിശുദ്ധമായ കഅബാലയത്തെ നോക്കിക്കൊണ്ട്, കഅബാലമേ നിനക്ക് വിടാ. എല്ലാ ആളുകളും നല്ല ഹദിയകൾ ആ ബക്കറ്റിലിടണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ഖൈർ ചെയ്യട്ടെ. നോട്ടിന്റെ കാര്യത്തിലൊക്കെ വലിയ 500,000 കണ്ടു തുടങ്ങിയ ആളുകളുടെ കയ്യിൽ അതാവട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ല റാഹത്തുള്ള ഹദിയകൾ, നല്ല മനസ്സോടെ. അല്ലാഹു നിങ്ങളുടെ കീശയും മേശയും അക്കൗണ്ടൊക്കെ അറിയാം, അല്ലാഹുവിനറിയാം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്താ പറഞ്ഞത്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഹബീബായ പ്രവാചകൻ കടന്നു പോകുമ്പോ പരിശുദ്ധമായ കഅബാലയത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, കഅബാലയമേ നിന്നോട് വിട. എനിക്ക് പോകാൻ മനസ്സുള്ളത് കൊണ്ടല്ല, പോയേ പറ്റൂ. മക്കയെ നിന്നോട് വിട, കഅബാലയമേ നിന്നോട് വിട. പ്രവാചകനും കടന്നുപോയി. പക്ഷേ ആ മണ്ണിനെ അല്ലാഹു കുലുക്കിയില്ല. ആ മണ്ണിനെ അല്ലാഹു മാറ്റിമറിച്ചില്ല. കഠോരമായ ശിക്ഷകൾ കൊണ്ട് പരീക്ഷിച്ചില്ല. എന്തുകൊണ്ട്? ഉലിദ ബിമക്ക, അത് പുണ്യപ്രവാചകനെ ആദരിച്ചുകൊണ്ടാണ്.
അത് പുണ്യപ്രവാചകനെ അല്ലാഹു ആദരിച്ചതുകൊണ്ടാണ്. ആ പുണ്യപ്രവാചകൻ ജനിച്ചു വീണ മണ്ണല്ലയോ, അല്ലാഹു അവിടെ പ്രളയം ദുരന്തം വിതറിയില്ല. മാത്രമല്ല സഹോദരങ്ങളെ, ആ പ്രവാചകൻ, ഒരു പ്രവാചകന്മാരും വിജയശ്രീ ലാളിതരായി തന്റെ ജന്മനാട്ടിലേക്ക് മടങ്ങി വന്ന ചരിത്രമില്ല എങ്കിൽ ആമിനാന്റെ മുത്തുമോൻ കടന്നു വന്നില്ലയോ മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 8 വർഷത്തിനു ശേഷം എന്റെ പ്രിയപ്പെട്ടവരെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വന്നു. 8 കൊല്ലം സ്വന്തം നാട്ടിൽ നിന്ന് മാറി നിന്നു. 8 കൊല്ലം കഴിയുമ്പോ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വന്നു. ഏത് നാട്ടിലേക്കാണ് മടങ്ങി വരുന്നത്? ഏത് നാട്ടിലേക്കാണ് പ്രവാചകൻ മടങ്ങി വരുന്നത്? 100 ചുവന്ന ഒട്ടകം ആ തലയ്ക്ക് ഇനാം പ്രഖ്യാപിച്ച നാട്. 100 ചുവന്നൊട്ടകമായിരുന്നു പുണ്യപ്രവാചകരുടെ ശിരസ്സിന് ഒരു സമ്മാനം പ്രഖ്യാപിച്ചത്. കല്ലെറിഞ്ഞ നാട്, കൂക്കി വിളിച്ച നാട്, ഭ്രാന്തനെന്ന് മുദ്ര കുത്തിയ നാട്. ആ നാട്ടിലേക്ക് പുണ്യപ്രവാചകൻ കടന്നു വരികയാണ്. എങ്ങനെയാണ് കടന്നു വരുന്നതെന്നറിയുമോ? 10,000-ഓളം വരുന്ന സ്വഹാബികളുമായി വിജയശ്രീ ലാളിതരായി മക്കം ഫതഹിന് കടന്നു വരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ രംഗം സമാനതകൾ ചരിത്രത്തിലില്ല. രംഗമായിരുന്നു. അലകടൽ പോലെ തക്ബീറിന്റെ ധ്വനികളാൽ മടങ്ങി വരുമ്പോ ജബൽ അബീ ഖുവൈസിന്റെ മുകളിൽ നിന്ന് അബൂ സുഫിയാൻ അബ്ബാസിന്റെ കയ്യിൽ അമർത്തിയിട്ട് പറയുകയാണ്, മെല്ലെ അമർത്തി പിടിച്ചുകൊണ്ട് പറയുകയാണ്, സാറ ഇബ്നു അഖീഖ് അൽയൗം മലിക്കൽ മുലൂക്. നിങ്ങളുടെ സഹോദരന്റെ മകന്റെ വരവ് എത്ര അത്ഭുതകരമാണ്, എത്ര അത്ഭുതകരമാണ് അല്ലയോ അബ്ബാസ്? നിങ്ങളുടെ സഹോദരന്റെ മകൻ ഇന്ന് വലിയ രാജാവിന്റെ പ്രൗഢിയോടെ മടങ്ങി വരികയാണ്. കോരിത്തരിച്ചു പോയ ഒരു വരവായിരുന്നു. ആ വരവിൽ എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ഞെട്ടിത്തെറിച്ചു നിൽക്കുകയാണ്. എന്തായിരിക്കും ഞങ്ങളെ ചെയ്യുക? ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് ചോദിക്കുന്നു, മാദാ തൻദുറൂന മിന്നി, നിങ്ങൾ എന്താണ് എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ എന്ത് ശിക്ഷയാണ്, നിങ്ങൾ എന്താണ് എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ പരിഭ്രമിച്ചു നിൽക്കുന്നത്? ഉടൻ തന്നെ അവർ പറയുന്നു, അന്ത അഖുൻ കരീം വബിനു അഖിൻ കരീം. നിങ്ങൾ മാന്യനായ സഹോദരനാണ്, നിങ്ങൾ മാന്യനായ ഒരു സഹോദരന്റെ മകനും കൂടിയാണ്. ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, നിങ്ങൾ വിട്ടുവീഴ്ചയുടെ പ്രഭാപൂരിതമാണ്. നബി നിങ്ങൾ പറയുന്നു, ഹബൂ, നിങ്ങൾ പൊയ്ക്കൊള്ളുക, വഅന്തും തുലഖാ, നിങ്ങൾ സുരക്ഷിതരായി പോവുക. ഇന്ന് ആർക്കും ശിക്ഷയില്ല, ആരോടും പ്രതികാരമില്ല, ആരോടും പ്രതിഷേധമില്ല. വഅന്തും തുലഖാ, നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങൾ മടങ്ങിപ്പോവുക. സമാനതകളില്ലാതെ ചരിത്രം വിതുമ്പിയ നിമിഷമാണ്, ചരിത്രം തേങ്ങിയ നിമിഷമാണ്, ചരിത്രം അത്ഭുതപ്പെട്ടു പോയ നിമിഷമാണ്, ലോകം അത്ഭുതത്തോടെ തരിച്ചുപോയ നിമിഷമാണ്. വിട്ടുവീഴ്ചയുടെ അള്ളാഹുവിന്റെ ഹബീബിന്റെ വിട്ടുവീഴ്ചയുടെ സമാനതകളില്ലാത്ത ചരിത്രമാണ് സഹോദരങ്ങളെ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് കാഴ്ചവെച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുത്തെ പാഠശാല, അവിടുന്ന് ഈ അത്ഭുതം തീർത്തത് എന്തുകൊണ്ടാണ്? വലിയ ഒരു ആയുധപ്പുര ഉണ്ടായിരുന്നില്ല, വലിയ സംഹാരശേഷിയുള്ള ആയുധങ്ങൾ കൊണ്ടായിരുന്നില്ല, വലിയ സംഹാരശേഷിയുള്ള മാരകായുധങ്ങളായിരുന്നില്ല. ഈ 10,000-ഓളം ആളുകളെ ഒരുമിച്ച് കൂട്ടിയത്, ലക്ഷങ്ങളെ ലോകത്തിൽ കീഴടക്കിയത്, കോടാനകോടികളുടെ മനസ്സ് കീഴടക്കിയത് ആയുധബലം കൊണ്ടായിരുന്നില്ല, ഒരായുധപ്പുരയുടെ വലിപ്പവും കൊണ്ടായിരുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് കാട്ടാള ഹൃദയമുള്ള ആളാണെങ്കിലും പ്രവാചകന്റെ പ്രണയ പരിസരത്ത് കടന്നു ചെല്ലുമ്പോ ഒരു മെഴുകുതിരി പോലെ അവരുടെ ഹൃദയം ഉരുകുകയാണ്. എത്ര
എത്ര വലിയ കാട്ടാളനാണെങ്കിലും എത്ര വലിയ കടുപ്പമുള്ള ഹൃദയമുള്ള ആളാണെങ്കിലും ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഒരു മെഴുകുതിരി പോലെ ഉരുകി മാറുന്ന സംഭവമാണ് ചരിത്രത്തിൽ കാണുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കണം. ഹബീബായ പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹും കൂടി മദീനത്തെ പള്ളിയുടെ ഓരത്തിരിക്കുകയാണ്. ഒരാളൊരു കുതിരപ്പടയാളി കടന്നു വരുകയാണ്. ഹബീബായ നബി തങ്ങൾ നോക്കുന്നു, ഉമറുൽ ഫാറൂഖ് നോക്കുന്നു. ഉമർ തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുകയാണ്, ആ വരുന്ന ആള് ആരെന്നറിയുമോ? യാ റസൂലല്ലാഹ് നബി, അത് വലിയൊരു കാട്ടാള പാവമുള്ളവനാണ് നബിയെ. അങ്ങയെ ചോദ്യം ചെയ്യാനാണ് വരുന്നത് നബിയെ. അങ്ങയെ ആക്രമിക്കാനാണ്, അങ്ങയെ ചോദ്യം ചെയ്യാനാണ്. ആ വരുന്ന ആള് സയ്യിദുൽ ഖൈലാണ് നബിയെ. ഖൈലുൻ എന്ന് പറഞ്ഞാൽ കുതിര എന്നാണ്. സയ്യിദുൽ ഖൈൽ, കുതിര സവാരിക്കാരനായ സയ്യിദാണ് നബിയെ കടന്നു വരുന്നത്. യാ റസൂലല്ലാഹ്, കുതിര സവാരിക്കാരനായ സയ്യിദാണ് നബിയെ കടന്നു വരുന്നത്. നബി അങ്ങയെ ചോദ്യം ചെയ്യാൻ വരികയാണ്. ഞാൻ ഇറങ്ങട്ടെ നബിയെ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്താണ് ഉമറേ പറയുന്നത്? അവിടെ ഇരിക്കും. സയ്യിദ് കടന്നു വരട്ടെ, അവന് പറയാനുള്ളത് പറയട്ടെ, അവന് ചെയ്യാനുള്ളത് ചെയ്യട്ടെ. സയ്യിദുൽ ഖൈൽ കടന്നു വരുന്നു. തന്റെ കുതിര വന്ന് അതാ നിൽക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ ചോദിക്കുന്നു സയ്യിദുൽ ഖൈലിനോട്, അല്ലയോ സയ്യിദുൽ ഖൈർ. ഖൈലുൻ എന്നുള്ള പദം പ്രവാചകൻ അങ്ങ് മാറ്റി. എന്നിട്ട് അവിടെ ഖൈറ്, നല്ലത് എന്നുള്ള പദം ചേർത്തു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുകയാണ്, മോനെ സയ്യിദുൽ ഖൈർ, നല്ലവനായ സയ്യിദേ. ജീവിതത്തിൽ ആദ്യമായി തന്നെ നല്ലവനെന്ന് വിളിച്ച ആ പ്രവാചകന്റെ മുഖത്തേക്ക് അത്ഭുതത്തോടെ നോക്കി സയ്യിദ്. ഇന്ന് വരെ ഒരു സുവിശേഷമാരും പറഞ്ഞിട്ടില്ല, ഒരു നല്ല വർത്താനം ആരും പറഞ്ഞിട്ടില്ല. കൊല്ലാമെന്ന ആള് എന്നെ നല്ലവനെന്ന് വിളിക്കുകയോ? സൂചിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാണോ? ഹബീബായ നബി തങ്ങൾക്ക് അങ്ങനെ ആരെയും സുഖിപ്പിക്കേണ്ട ആവശ്യമില്ല. ഹബീബായ നബി തങ്ങൾ പറയാനുള്ള കാരണം, അയാളിൽ എന്ത് നന്മയാണ് സഹോദരങ്ങളെ കണ്ടത്? റസൂലുള്ളാഹിനെ ചോദ്യം ചെയ്യാൻ വന്ന ആള് അയാളിൽ എന്ത് നന്മയാണ് കണ്ടത്? പ്രവാചകന്റെ സ്വഭാവം അങ്ങനെയാണ്. കടന്നു വരുന്ന ആള് 99 തിന്മയുള്ള ആളാണെങ്കിലും ഒരു നന്മയുടെ സാധുതയുണ്ടോ എന്ന് പ്രവാചകൻ നോക്കും. അവിടെയാണ് പ്രവാചകന്റെ കണ്ണെത്തുക. നമ്മളോ 99 നന്മയുള്ള ഒരു മനുഷ്യൻ കടന്നു പോകുമ്പോ ഒരൊറ്റ തെറ്റ് കാണുമ്പോ നമ്മുടെ കണ്ണു പോകുന്നത് ആ തെറ്റിലേക്കാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ എന്ത് നന്മയാണ് സയ്യിദുൽ ഖൈലിൽ കണ്ടത്? താൻ ഇഷ്ടപ്പെടാത്ത ഒരാദർശം തന്റെ എതിരാളികളാകുന്ന ഞാനടക്കമുള്ളവർ പ്രവാചകൻ കണ്ട നന്മ ഇതാണ്. ആ പാളയത്തിലേക്ക് ഒറ്റയ്ക്ക് കടന്നു വരാൻ കാണിച്ച ധൈര്യമുണ്ടല്ലോ, അത് നല്ലതിനു വേണ്ടിയാണെങ്കിൽ എത്രയോ ഉപകാരമാണ്, ഖൈറാണ് ഈ ചങ്കൂറ്റം. ഒരു നന്മയുടെ സാധുത, ആ സാധുതയെ എടുത്തുകൊണ്ടാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചത് സയ്യിദുൽ ഖൈർ. അല്ലയോ നല്ലവനായ നന്മയുള്ള സയ്യിദേ. അത്ഭുതമായ കാരണം, പ്രവാചകന്റെ പരിമളമൂറുന്ന പരിസരം കണ്ടപ്പോ, പ്രവാചകന്റെ പരിമളമൂറുന്ന പരിസരം അനുഭവിച്ചപ്പോ, പ്രവാചകന്റെ പ്രകാശമുള്ള മുഖം കണ്ടപ്പോ സയ്യിദ് വല്ലാതെ അത്ഭുതപ്പെട്ടുപോയി. ഇതെന്ത് പ്രകാശമാണ്, ഇതെന്ത് പ്രഭാവമാണ്, ഇതെന്ത് ലാളിത്യമാണ്, ഇതെന്ത് സുന്ദര രൂപമാണ്, ഇതെന്ത് നൈർമല്യമുള്ള സ്വഭാവമാണ്, ഈ പുഞ്ചിരി എന്ത് മനോഹരമാണ്, സമാനതകളില്ലാത്ത സംസാരമല്ലയോ മുഹമ്മദ് മുസ്തഫ
അലൈഹി വസല്ലമ തങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കണം. കാട്ടാള ഹൃദയനായ സെയ്ദിന്റെ കൽബ് മെല്ലെ മെല്ലെ ഉരുകുകയാണ്. കാരണം പ്രവാചകന്റെ സ്വഭാവം, പ്രവാചകന്റെ സംസാരം, പ്രവാചകന്റെ പുഞ്ചിരി, പ്രവാചകന്റെ നയമരമായ നിലപാടുകളും സന്തോഷമുള്ള വിശാലമായ മനസ്സുള്ള പെരുമാറ്റവും സെയ്ദുൽ ഖൈലിന്റെ കാട്ടാള ഹൃദയം ഒരു മെഴുകുതിരി പോലെ ഉരുകുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനറിയാം, ഈ വന്നാള് എന്നെ തെറ്റിദ്ധരിച്ചു വന്ന ആളാണ്. എനിക്ക് വലിയ ആയുധപ്പുരയുണ്ടെന്ന് തെറ്റിദ്ധരിച്ചു വന്ന ആളാണ്. എന്റെ അടുക്കൽ വലിയ പട്ടാളമുണ്ടാകുമെന്ന് തെറ്റിദ്ധരിച്ചു വന്ന ആളാണ്. ഞാൻ വലിയ കോട്ട കൊത്തളത്തിൽ പാർക്കുന്ന ആളാണ്. സിംഹാസനമുണ്ടെന്നും പഞ്ചാമരം വീശാൻ വെപ്പാട്ടിമാരന്റെ പരിസരത്തുണ്ട് എന്നും തെറ്റിദ്ധരിച്ചു വന്ന ആളാണ്. അതുകൊണ്ട് എന്റെ വീട്ടിലൊന്ന് കൊണ്ടുപോകണമല്ലോ, അയാളുടെ തെറ്റിദ്ധാരണ മാറ്റണമല്ലോ. പ്രവാചകനാ മനുഷ്യനോട് പറയുകയാണ്, സെയ്ദേ, നീ എന്റെ അതിഥിയാണ് മോനെ. കൊല്ലാൻ വന്ന ആളിനെ വിളിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ പുണ്യ മദീനയിൽ കടന്ന് ഈ സദസ്സിനെ കണ്ട് ആസ്വദിച്ച് പുഞ്ചിരി തൂകട്ടെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സെയ്ദിനെ വിളിക്കുകയാണ്, മോനെ നമുക്ക് വീട്ടിൽ പോകാം, എന്റെ വീട്ടിൽ പോകാം, നീ എന്റെ അതിഥിയാണ്. അതിഥിയെ വഴിയിൽ വെച്ചല്ലോ സൽക്കരിക്കേണ്ടത്, വീട്ടിൽ പോകാം മോനെ, എന്റെ വീട്ടിൽ പോകാമെന്ന് പറയുമ്പോ സഹോദരങ്ങളെ സെയ്ദ് തെറിച്ചുപോയി. ഇതെന്ത് പ്രതിഭാസമാണ്! ഹബീബായ പ്രവാചകൻ സെയ്ദിനെയും കൂട്ടി ഇറങ്ങുമ്പോ ഉമറുൽ ഫാറൂഖ് തങ്ങളെ പിന്നിൽ നിന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാനും വരട്ടെയോ അങ്ങയുടെ കൂടെ? ഒരു ശത്രുവല്ലയോ, വഴിയിൽ വെച്ചവന്റെ കൂറുമാറിയാലോ? ഞാനും വരട്ടെയോ, ഞാനും വരട്ടെയോ നബിയെ? നബി പുഞ്ചിരി കൊണ്ട് സമ്മതം കൊടുത്തു. മുമ്പിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, തൊട്ടു പിന്നിൽ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. അതിന്റെ പിന്നിലാണ് സെയ്ദുൽ ഖൈൽ. ഏതോ അത്ഭുത ലോകത്ത് പെട്ടതുപോലെ മന്ദം മന്ദം നടന്നു നീങ്ങുന്നത്. നടന്ന് വഴിയിലൂടെ മുന്നോട്ട് കടന്നു പോകുമ്പോ റോഡിന്റെ തൊട്ടപ്പുറത്തെ സൈഡിൽ ഒരു പ്രായമുള്ള ഉമ്മാമ വിളിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഒന്ന് വരുമോ നബിയെ? എനിക്കൊരു കാര്യം പറയാനുണ്ട് നബിയെ. പ്രായമുള്ള ഊരവളഞ്ഞ ഉമ്മാമ വിളിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പോവില്ല എന്നാണ് ഈ മനുഷ്യൻ വിചാരിച്ചത്. കാരണം നമ്മൾ വലിയൊരു കാര്യത്തിന് പോവല്ലേ, വലിയൊരു കാര്യത്തിന് പോവാൻ ഉമ്മാമാനോട്, ഉമ്മാമ നമുക്ക് പിന്നെ കാണാം, ഇൻഷാ അല്ലാഹ് ഞാൻ വരുന്നുണ്ട് എന്നൊക്കെ പറയുമായിരിക്കുമെന്ന് സെയ്ദുൽ ഖൈൽ വിചാരിച്ചു. പക്ഷേ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാന്യതയിൽ മാന്യനിൽ മാന്യനല്ലയോ? യാ അക്രമൽ ഖുറമ അലാ ഇതാബിക്കും ഉമറുൽ ഫഖീറുൽ മുർതജി ജനാബിക്കും. ഉമറുൽ ഖാദി തങ്ങൾ അവിടുത്തെ ഉമ്മറപ്പടിയിൽ പോയി വിളിച്ചതുപോലെ, യാ അക്രമൽ ഖുറമ, മാന്യനിൽ മാന്യനായ നബിയേ. ഉടൻ തന്നെ സെയ്ദുൽ ഖൈലിലേക്ക് തിരിഞ്ഞിട്ട് പറയുന്നു, മോനെ ഒന്ന് ജസ്റ്റ് വെയിറ്റ്, ഒന്ന് നിക്കണേ, ഞാനിപ്പോ വരാ. ഒരു ഉമ്മാമ അപ്പുറത്ത് നിന്ന് വിളിക്കുന്നുണ്ട്, ഞാനൊന്ന് പോകട്ടെ. ഒരു മകനെ ഒരു മാതാവ് വിളിക്കുമ്പോ, ഒരനുസരണയുള്ള ഒരു മകൻ മാതാവിന്റെ അടുക്കലേക്ക് വാത്സല്യത്തോടെ ഉമ്മ വിളിക്കുമ്പോ ചെല്ലുന്നത് പോലെ ലോകനായകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലുകയാണ്. എന്താണ് ഉമ്മാമ? മാമ എന്തോ കാര്യം പറഞ്ഞു, അതിനു മറുപടിയും പറഞ്ഞു, സന്തോഷത്തോടെ മടങ്ങി. പിന്നെയും യാത്രയാണ്. അത്ഭുതം കൂടിക്കൂടി വരികയാണ്. സെയ്ദുൽ ഖൈൽ, എന്ത് നല്ല സ്വഭാവം, എന്ത് നല്ല മാന്യത, ഇതെന്ത് നല്ല പെരുമാറ്റം, എന്ത് നല്ല അത്ഭുതമാണ് അവിടുത്തെ സ്വഭാവം. എന്റെ പ്രിയപ്പെട്ടവരെ, സെയ്ദുൽ ഖൈൽ പിന്നെയും അതാ അത്ഭുത പ്രതിഭാസത്തിന്റെ പറവയായി മാറുകയാണ്, പറന്നുയരുകയാണ്. ഹബീബായ നബി തങ്ങൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിന്റെ അടുക്കലെത്തി. ഈ മനുഷ്യൻ വിചാരിച്ചത് വലിയ കോട്ടകൊത്തളങ്ങൾ, വലിയ അമ്പരചുംബികളായ രമ്യഹർമ്മങ്ങൾ, വളരെ വിശാലമായ പ്രൗഢിയുള്ള ഒരു കൊട്ടാരം. അതല്ലയോ മുഹമ്മദിന്റെ കൊട്ടാരമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സെയ്ദുൽ ഖൈൽ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ കൊട്ടാരങ്ങളെയും പരാജയപ്പെടുത്തിയ കുടിലല്ലയോ
എല്ലാ വൈറ്റ് ഹൗസുകളെയും പരാജയപ്പെടുത്തിയ കുടിലല്ലയോ? എല്ലാ അത്ഭുതങ്ങളെയും പരാജയപ്പെടുത്തിയ അത്ഭുതമല്ലയോ ബൈത്തു റസൂലില്ലാഹ്? ഹബീബായ പ്രവാചകന്റെ ചെറിയ വീട്, സുബ്ഹാനല്ലാഹ്, ഈന്തപ്പനോലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട വീട്, ഈന്തപ്പന മടലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട വീട്. ആ വീടിന്റെ അടുത്തെത്തിയപ്പോ നഫസീൽ ഹേ നമഹൽ സറാ തേര ഫർഷി ഹേ വഹി ബൂരിയാ. കോട്ടകൊത്തളങ്ങളില്ല, വലിയ മട്ടുപ്പാവുകളില്ല, വലിയ സിംഹാസനമില്ല, വെഞ്ചാമരം വീശാൻ സുന്ദരിമാരില്ല, സോൾജിയേഴ്സ് ഇല്ല, പട്ടാളക്കാരില്ല, ആരുമില്ല. വളരെ ലളിതമായ ഒരു ചെറിയ ഭവനം. ഈ സയ്യിദുൽ ഖൈൽ അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും ചെറിയ വീടോ? ഹബീബായ നബി തങ്ങൾ ആ വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്നുപോയി. സയ്യിദിനോട് പറഞ്ഞു, മോനെ ഇവിടെ നീ ഇരിക്കണേ, ഞാനിപ്പോ വരാ, നീ ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്യണേ. ഹബീബായ നബി തങ്ങൾ അകത്തേക്ക് കടന്നു ചെന്നു. ഹബീബായ നബി തങ്ങൾ അകത്തേക്ക് കടന്നു ചെന്നു. എന്നിട്ട് 2 ഇരിപ്പടം കൊണ്ടുവന്നു. എന്നിട്ട് ഇട്ടുകൊടുത്തു. അതാ സയ്യിദിനോട് പറയുന്നു, മോനെ ഇരുന്നാലും കൊല്ലാൻ വന്നവനെ വീട്ടിൽ കൊണ്ടുപോയി സൽക്കരിച്ചൊരു പ്രവാചകനല്ലയോ നമ്മുടെ പ്രവാചകൻ? എങ്ങനെ ഒരു മനുഷ്യൻ തീവ്രവാദിയാകും? എങ്ങനെ ഭീകരവാദിയാകും? തീവ്രവാദവും ഭീകരവാദവും ഇസ്ലാമിന്റെ ആയേണയിലെ പരിസരത്തൊരിക്കലും ഇസ്ലാമില്ല. തീവ്രവാദം ഇസ്ലാമല്ല, ഒരിക്കലും വിചണ്ഡവാദം ഇസ്ലാമല്ല. അത് മറ്റേതോ മതമാണ്, അത് ഇസ്ലാമിന് അന്യമാണ്. അല്ലാഹു ചിന്തിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. പിടിച്ചടക്കിയത് ഈ ഒരു പ്രതിഭാസം കൊണ്ടാണ്. ആയുധത്തിന്റെ മൂർച്ച കൊണ്ടല്ല, കളരി കൊണ്ടല്ല, കുങ്ഫു കൊണ്ടല്ല, ജൂഡോ കൊണ്ടല്ല, കരോട്ട കൊണ്ടല്ല, ആയുധ കലകൾ കൊണ്ടല്ല. പ്രിയപ്പെട്ടവരെ, ഇരിപ്പടം കൊണ്ട് കൊടുക്കുമ്പോ ആ മനുഷ്യനെ പിടിച്ചിരുത്തിയിട്ട് ചോദിക്കുകയാണ്, മോനെ പറ, എന്തുണ്ട് വിശേഷം മോനെ? പറഞ്ഞവിടുത്തെ കയ്യിൽ പിടിക്കുമ്പോ വിതുമ്പുകയാണ് മുൻപിരിക്കുന്ന ശത്രു. പൊട്ടിത്തെറിച്ചുപോയി. ഇത് അത്ഭുതമല്ലെങ്കിൽ പിന്നെ എന്ത് അത്ഭുതം? ആ മനുഷ്യൻ പറന്നുപോയി. ഇത് മതമല്ലെങ്കിൽ പിന്നെ മതമെന്ത്? ഇത് പ്രവാചകനല്ലെങ്കിൽ പിന്നെ പ്രവാചകനാര്? ഇത് അത്ഭുതമല്ലെങ്കിൽ, ഈ പ്രത്യയശാസ്ത്രം അത്ഭുതമല്ലെങ്കിൽ പിന്നെ ലോകത്തിൽ വേറെ അത്ഭുതമുണ്ടോ? ഇവിടെ ശാന്തതയില്ലെങ്കിൽ പിന്നെ ശാന്തി ലോകത്ത് വേറെ ഉണ്ടോ? ഇത് സമാധാനത്തിന്റെ പ്രഭവ കേന്ദ്രമല്ലെങ്കിൽ പിന്നെ ലോകത്ത് സമാധാനമുണ്ടോ? പൊറുക്കണം നബിയേ, പൊറുക്കണം നബിയേ. കയ്യിൽ പിടിച്ചിട്ട് പറയുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹി അലൈക്കും. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാലയിൽ എത്ര വലിയ കാട്ടാളൻ ചെന്നാലും അവരുടെ കൽബിന് തിളക്കമുണ്ടായിത്തീരും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കണം. അബൂജഹലിന്റെ മകൻ ഇക്രിമ, ന്റെ വീട്ടിലില്ലാത്ത അശ്ലീലതകളുണ്ടോ? ആ വീട് കാണാത്ത അശ്ലീലതയുണ്ടോ? അബൂജഹലിന്റെ വീട്ടിലില്ലാത്ത കാട്ടാളത്തരമുണ്ടോ? അവിടുന്നാണ് ഇക്രിമ തങ്ങൾ കടന്നു വരുന്നത്. ഹബീബിന്റെ പാഠശാലയിൽ വന്നു സയ്യിദുനാ ഇക്രിമ റളിയല്ലാഹു അൻഹു. ഇന്ന് ലോകം ആ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു പറയാണ്, സയ്യിദുനാ ഇക്രിമ റളിയല്ലാഹു. കണ്ടോ എവിടെന്നാ വന്നത് എന്നല്ല നോട്ടെ, എങ്ങോട്ടാ പോകുന്നത് അതാണ് വിഷയം. എവിടെയാണ് വന്നത്, എവിടെ നിന്ന് വന്നു എന്നതല്ല, എങ്ങോട്ടാണ് പോകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇക്രിമ തങ്ങളുടെ മനസ്സിലുണ്ടായ മാറ്റം, മനസ്സിന്റെ വിശാലത, അവിടുത്തെ സാഹോദര്യം, അവിടുത്തെ വിശാല മനസ്സും അവിടുത്തെ ക്ഷമയും എത്ര കണ്ട് ഹബീബിന്റെ പാഠശാലയിൽ വന്നപ്പോ വർദ്ധിച്ചു. ചിന്തിക്കണം, ഇത് ജീവിതത്തിന് ഒരുപാട് പാഠങ്ങളാണ്. ഈ വൈതരടിയിലൂടെ കടന്നു പോകുമ്പോ ഈ യുദ്ധത്തിൽ വെട്ടേറ്റ് കിടക്കുകയാണ്. യുദ്ധത്തിൽ വെട്ടുകൊണ്ട് ചോരക്കളമായി കിടക്കുന്നു. പരതാഹമാണ്, ചുണ്ട് വരളുകയാണ്, തൊണ്ട വരണ്ടു പോവുകയാണ്, ചുണ്ട് ഉണങ്ങുകയാണ്. അൽമാ അൽമാ
കുറച്ച് വെള്ളം തരണേ, കുറച്ച് വെള്ളം തരണേ. കിരിമാത്തങ്ങൾ വിളിക്കുകയാണ്. ശബ്ദം കേട്ട ഭാഗത്തേക്ക്, കിരിമാത്തങ്ങളുടെ ഭാഗത്തേക്ക് ഒരു വെള്ളത്തിന്റെ കോപ്പയുമായി സഹാബികൾ വന്നു. പരദാഹം കൊണ്ട് പടഞ്ഞ് ആ വെള്ളത്തിന് വേണ്ടി വിളിക്കുന്ന കിരിമാത്തങ്ങളുടെ നാവിലേക്ക് ആ വെള്ളത്തിന്റെ കോപ്പ ചരിക്കുമ്പോ, ആ വെള്ളം ഇറ്റിക്കാൻ തുടങ്ങുമ്പോ തൊട്ടടുത്ത് നിന്നൊരു ശബ്ദം, വേറെ ആരോ പെട്ടുകൊണ്ട് കിടക്കുന്നവരാൾ, അൽമാ, എനിക്കും കുറച്ച് വെള്ളം തരണേ, എനിക്കും കുറച്ച് വെള്ളം തരണേ. സുബ്ഹാനല്ലാഹ്, ഇക്രിമാത്തങ്ങൾ വാവൂട്ടുകയാണ്. ഫദഫഅഹു ബിലുത്ഫിൻ, മെല്ലെ ആ വെള്ളമങ്ങ് തട്ടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ഫശാറ ഇലൽ ആഖിരീ, അപ്പുറത്ത് കൊണ്ടുപോയി കൊടുക്ക്. എന്റെ സഹോദരൻ അവിടെ വെള്ളം ചോദിക്കുന്നു. അവന് ദാഹമുണ്ട്, അവന് പരദാഹമുണ്ട്, അവൻ പടയുന്നുണ്ട്. വെള്ളം അങ്ങോട്ട് കൊണ്ടുപോ എന്ന് സൂചന കൊടുക്കുകയാണ്. എവിടെ നിന്ന് കിട്ടി വിശാല മനസ്സ്? എവിടെ നിന്ന് കിട്ടി സഹോദരൻ? തന്റെ സഹോദരൻ പിടയുകയാണ്. അതിനേക്കാൾ വലിയ പിടച്ചിലാണ് തനിക്കുള്ളത്. ആ പിടപ്പ് മാറിപ്പോയി, ആ പിടപ്പ് മാറ്റിവെച്ചു. അപ്പുറത്തെ സഹോദരന് വെള്ളം കൊടുക്കാനും പറയുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് ഹബീബിന്റെ അധ്യാപനം, ഇതാണ് ഹബീബിന്റെ ലോകം. അല്ലാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ പാഠശാലയിലില്ലാത്ത ആ പ്രതിഭാസത്തിന്റെ അത്ഭുത തീരത്തില്ലാത്ത പരിഹാരം, അവിടം കൊണ്ട് കിട്ടാത്ത പരിഹാരമില്ല. അത് പരിഹാരത്തിന്റെ പർദീസയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. പുഞ്ചിരിക്കട്ടെ സഹോദരങ്ങളെ, മുത്തുനബി തങ്ങളെ വെള്ളിയാഴ്ച രാവാണ്. ഈ വെള്ളിയാഴ്ച രാവിൽ നമ്മുടെ സദസ്സിനെ കാണട്ടെ. ഒരു സ്ത്രീ ഹസൻ ബസരി തന്നോടൊരു ദിനം പറയുന്നു, വസനം പൂണ്ടതാണല്ലോ മനം. ഒരു സ്ത്രീ വന്ന് മഹാനായ സയ്യിദുന ഹസൻ അൽ ബസരി റളിയല്ലാഹു തആല, താബിഈകളിൽ പ്രമുഖനായ മഹാനാണ്. ഒരു സ്ത്രീ വരികയാണ്, എന്നിട്ട് ചോദിക്കുന്നു, തങ്ങളെ മലയാളമാണ്, ശുദ്ധ മലയാളം. മകളൊന്നെനിക്കുണ്ടായിരുന്നു, മരിച്ചുപോയി. എനിക്കൊന്ന് അവളെ കാണണം സ്വപ്നത്തിലായി. മകളൊന്നെനിക്കുണ്ടായിരുന്നു, മരിച്ചുപോയി. എനിക്കൊന്ന് അവളെ കാണണം സ്വപ്നത്തിലായി. എനിക്കൊരു മകളുണ്ടായിരുന്നു, ആ മകള് മരിച്ചുപോയി. ആ മകളെ എനിക്കൊന്ന് കിനാവിൽ കാണണം തങ്ങളെ. അതിനുള്ള മാർഗം തങ്ങളിൽ നിന്നാണ്, കിട്ടേണ്ടതും അത് തേടി വന്നവളാണ്. ഒന്ന് പറഞ്ഞു തരണേ തങ്ങളെ, എന്റെ മകളെ കാണണം, അവൾ മരണപ്പെട്ടു ഖബറിലാണ്. ആ മകളെ എനിക്കൊന്ന് കാണണം. എന്തോ പറഞ്ഞു കൊടുത്തു കാണാനുള്ളത്, അതു കേട്ടു സന്തോഷത്തിലാണു നടന്നത്. തന്റെ മകളെ കാണാൻ എന്തോ വിക്രം വാങ്ങിക്കൊണ്ട് ആ പെണ്ണു വീട്ടിൽ പോയി. തന്റെ പ്രിയപ്പെട്ട പൊന്നു മകളെ അന്ന് രാത്രിയിൽ കിനാവിൽ കാണുകയാണ്. ആ പെണ്ണ് ഏത് രൂപത്തിലാണെന്നറിയുമോ? ഏത് രൂപത്തിലാണ് കാണുന്നതെന്നറിയുമോ? കൈകാലുകൾ ചെങ്ങലക്കിട്ടിരിക്കുന്ന ഇരുട്ടിരിക്കുന്ന രൂപത്തിൽ കൈകാലുകൾ ചെങ്ങലക്കിട്ടിരിക്കുകയാണ്. വല്ലാത്ത ദുരിതത്തിലാണ്. അലമുറയിട്ടവള് കരയുകയാണ്, അട്ടഹസിച്ച് കരയുകയാണ്. ഒരു നരകയാതനയുടെ പ്രതീതിയാണ് പ്രിയപ്പെട്ട തന്റെ മാതാവ് കാണുന്നത്. സഹോദരങ്ങളെ, ആ പെണ്ണു ഞെട്ടിയുണർന്നു, പൊട്ടിക്കരഞ്ഞു. ഇലാ ഹദ്റത്തി ഹസനിൽ ബസരി റളിയല്ലാഹു തആല ഹദ്റത്തിൽ വന്നു, തങ്ങളെ എന്റെ മകളെ ഞാൻ കണ്ടു, എന്റെ മകളെ ഞാൻ കണ്ടു. എന്റെ മകള് ദുരിതത്തിലാണ്, എന്റെ മകള് പ്രയാസത്തിലാണ്, എന്റെ മകള് അലമുറയിട്ട് കരയുകയാണ്. എന്റെ മകളുടെ കൈകാലുകൾ ചങ്ങലക്കിട്ടിരിക്കുകയാണ് തങ്ങളെ. എന്റെ മകള് വല്ലാത്ത ദുരിതത്തിലാണ് തങ്ങളെ. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹു വിഷമമായി പോയി. അവളെ സമാധാനിപ്പിച്ചു, സ്വാന്തന വാക്കുകൾ പറഞ്ഞ് സമാശ്വാസിപ്പിച്ചു, സമാശ്വാസം കൊടുത്ത് മടക്കി അയച്ചു. നാളുകൾ കുറെ കഴിഞ്ഞു. മഹാനായ സയ്യിദുനാ ഹസനുൽ ബസരി
റളിയല്ലാഹു തആല അൻഹു ഒരു സ്വപ്നം കാണുകയാണ്. കുറെ നാൾ കഴിഞ്ഞപ്പോ ഹസൻ ബസരി തങ്ങൾ ഒരു സ്വപ്നം കാണുകയാണ്. എന്താണ് തന്റെ കിനാവിൽ പ്രത്യക്ഷപ്പെടുന്നത്? കാണാൻ അഴകുള്ള സുന്ദരിയായ സുമുഖിയായ ഒളിമിന്നുന്ന വെട്ടിത്തിളങ്ങുന്ന സുന്ദരവദനത്തോടെ ഒരു പെൺകുട്ടി മുത്തുപൊഴിയുന്ന ചിരിയും ചിരിച്ചുകൊണ്ട് ശിരസിൽ കിരീടം വെച്ചുകൊണ്ട് തങ്ങളോട് ചോദിക്കുന്നു, എന്നെ അറിയുമോ തങ്ങളെ? എന്നെ പരിചയമുണ്ടോ തിങ്കളെ? എന്നെ അറിയുമോ തങ്ങളെ? ഹസൻ ബസരി തങ്ങൾ പറയുന്നു, മോളെ നീ ഏതാണ്? ഒരു പരിചയമില്ല. നീ ഏതാണ് മോളെ? നിന്നെ അറിയുന്നില്ല. എൻ്റെ ഉമ്മ പണ്ട് പറഞ്ഞ കാര്യം ഓർക്കുമോ? എൻ്റെ ഉമ്മ പണ്ട് പറഞ്ഞ കാര്യം ഓർക്കുമോ? എന്റെ ഉമ്മ എന്നെ കാണാൻ വിക്റ് മേടിച്ചുകൊണ്ട് പോയ പൊന്നുമോളാണ് ഞാൻ. ആ മകളാണ് ഞാൻ, ആ പൊന്നുമോളാണ് ഞാൻ തങ്ങളെ. തങ്ങൾ ചോദിക്കുന്നു, മോളെ നിന്റെ ഉമ്മ നിന്നെ കണ്ടത് ഈ കോലത്തിലല്ലല്ലോ. കൈകാലുകൾ ചങ്ങല കെട്ടിരിക്കുന്ന രൂപം വേദനാജനകമായ രൂപത്തിലാണ്. ഒരു നരകത്തിന്റെ പ്രതീതിയാണ് മോളെ. നിന്റെ ഉമ്മ നിന്നെ കണ്ടതെന്ന് നിന്നോട് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ നീ സന്തോഷവതിയാണ്. സ്വർഗീയാരാമത്തിൽ സന്തോഷിക്കുന്നത് പോലെ എനിക്ക് തോന്നുകയാണ്. നല്ല റാഹത്തുള്ള മുഖം, ശിരസിൽ കിരീടമുണ്ട്, നീ പുഞ്ചിരി തൂകുന്നുണ്ട്. പൊന്നുമോളെ, ഇത്ര പെട്ടെന്നൊരു മാറ്റം നിനക്ക് കിട്ടാനുള്ള കാരണമെന്തേ? എന്റെ ഉമ്മമാരെ, സഹോദരിമാരെ, അരമനയുടെ അകത്തളം അനുരാഗത്തിന്റെയും ആത്മീയതയുടെയും പരിമളം വിതറേണ്ടത് നിങ്ങളാണ്. ചെറിയ മക്കളോട് സ്വലാത്ത് ചെല്ലാൻ പറയണം. നിങ്ങളും സ്വലാത്ത് ചെല്ലണം. അങ്ങനെയുള്ള വീടുകൾ പരിമളമുള്ളതാണ്. സീരിയലുകളും റിയാലിറ്റി ഷോകളും കോമഡി ഷോകളും അശ്ലീലതകളും കൊണ്ട് നിറഞ്ഞുപോയ ഭവനങ്ങളിൽ എങ്ങനെയാണ് സമാധാനം കിട്ടുക? പണത്തിന് സമാധാനം നൽകാനും കഴിയില്ല. സമാധാനം നൽകാൻ കഴിയില്ല. സമ്പത്ത് എത്രയുണ്ട്, പക്ഷേ ജീവിതത്തിൽ സന്തോഷം ഇന്നും അകലെയായ എത്രയോ കുടുംബങ്ങളുണ്ട്. പൊളിറ്റിക്കൽ പവറുണ്ട്, രാഷ്ട്രീയ സ്വാധീനമുണ്ട്, പക്ഷേ കുടുംബ പശ്ചാത്തലം നോക്കുമ്പോ പ്രശ്നമാണ്. ലോകത്തിൽ വലിയ അറിയപ്പെട്ട എത്രയോ ആളുകൾ കുടുംബ പശ്ചാത്തലം ശിഥിലമായി പോയ ചരിത്രങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ കുടുംബ ജീവിതത്തിന്റെ സന്തോഷം മാത്രമല്ല, എല്ലാറ്റിനും പരിഹാരമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുള്ള സ്വലാത്ത്. ആ പെൺകുട്ടിയോട് ചോദിക്കുന്നു, മോളെ ഇത്ര പെട്ടെന്നൊരു മാറ്റം കിട്ടാനുള്ള കാരണം എന്താണ്? ആ പൊന്നുമോള് പറയുകയാണ്, തങ്ങളെ 550 ആളുകളാണ് ഞങ്ങളുടെ ഖബർസ്ഥാനിൽ ഉണ്ടായിരുന്നത്. 550 ആളുകൾ. ഞങ്ങളുടെ ഖബർസ്ഥാനിൽ താമസിക്കുന്ന ആളുകളുടെ എണ്ണം 550. ഞാൻ അടക്കമുള്ള പലരും ദുരിതത്തിലായിരുന്നു, വല്ലാത്ത പ്രയാസത്തിലായിരുന്നു. ആ സമയത്താണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ആരോ ഒരാൾ ആളിനറിയുന്നില്ല, ആരോ ഒരാൾ ഞങ്ങളുടെ ഖബർസ്ഥാനിന്റെ സമീപത്തുകൂടി ഒരു സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നടന്നുപോയി. ആ സ്വലാത്ത് ഞങ്ങൾക്ക് ഹദിയ ചെയ്തു. ആ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട്, അതിന്റെ പവർ കൊണ്ട്, അതിന്റെ അളമത്ത് കൊണ്ട്, അതിന്റെ വലിപ്പം കൊണ്ട് അല്ലാഹ് ഞങ്ങൾക്ക് പുറത്തു തന്നു. അല്ലാഹ് ഞങ്ങൾക്ക് പുറത്തു തന്നു. അല്ലാഹ് ഞങ്ങൾക്ക് വലിയ സ്ഥാനം നൽകി. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും പലരും മരണപ്പെട്ട ഖബറുകളിലാണല്ലോ. ഞങ്ങളും ഈ സ്വലാത്തിനെ, സ്വലാമിനെ ആ ഖബറുകളിലേക്ക് ഹദിയ ചെയ്യുന്നു അല്ലാ. ആ ഖബറുകൾ സ്വർഗീയ ആരാമമാക്കി തരണേ അല്ലാ. അവരുടെ ഖബറുകൾ നീ സന്തോഷപൂരിതമാക്കണേ അല്ലാ. പരിഹാരമാണ്, എല്ലാറ്റിനും പരിഹാരമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പറഞ്ഞില്ലയോ, അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആലോചിച്ചു നോക്ക, മറന്നുകൊണ്ടൊരു പഴം കഴിച്ചു. നബിതങ്ങളുടെ പരിഹാര പ്രതിഭാസത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. അതുകൊണ്ട് വലിയ നഷ്ടങ്ങളാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്. അവിടുത്തെ ഉമ്മറപ്പടിയിൽ നിന്നുകൊണ്ടാണ് റബ്ബിനോട് നമുക്ക് ചോദിക്കാനുള്ളത്. അപ്പോഴാണ് റബ്ബ് കവാടം തുറന്നു തരുന്നത്. ചോദിക്കാൻ
ചോദിക്കേണ്ട സമയത്ത് ചോദിക്കേണ്ട സ്ഥലത്ത് ചോദിക്കേണ്ടതുപോലെ ചോദിക്കുമ്പോ ഉത്തരം നൽകേണ്ടവൻ ഉത്തരം നൽകുമെന്നത് എത്രയോ ചരിത്രങ്ങൾ സാക്ഷിയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആദം നബി അലൈഹിസ്സലാം മറന്നുകൊണ്ടൊരു പഴം കഴിച്ചു. 300 കൊല്ലം കരഞ്ഞു അതിന്റെ പേരിൽ. എന്നിട്ടുണ്ടല്ലോ 300 കൊല്ലം ആദം നബി അലൈഹിസ്സലാം കരഞ്ഞു. എന്നിട്ട് അവസാനം ഒരു ദുആ ചെയ്യുന്നു അല്ലാഹുവിനോട്, അല്ലാഹുമ്മ നജ്ജിനി ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, മുഹമ്മദ് നബിയുടെ ഹഖ് കൊണ്ട്, മുഹമ്മദ് നബിയുടെ ഹഖ് കൊണ്ട്, മുഹമ്മദ് നബി കാരണമായി എന്റെ കാര്യം നീ പരിഹരിക്കണേ റബ്ബേ, അതിൽ പരിഹാരം നൽകണേ അല്ലാഹ്. തന്നെ പടച്ചവൻ ചോദിച്ചു, അല്ലാദമേ കൈഫ അറത്ത മുഹമ്മദാ, എങ്ങനെയാണ് നീ മുഹമ്മദിനെ അറിഞ്ഞത്? വമാ ഖലഖതു മുഹമ്മദ, മുഹമ്മദിനെ ഞാൻ പടച്ചിട്ടില്ലല്ലോ, നീ എങ്ങനെയാണ് മുഹമ്മദിനെ അറിഞ്ഞത്? നീ ആദ്യ മനുഷ്യനല്ലയോ? ആദ്യ മനുഷ്യനായ നീ അന്ത്യപ്രവാചകന്റെ പേരെങ്ങനെ പഠിച്ചു എന്ന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുമ്പോ ആദം നബി പറയുകയാണ്, ഖലഖതനി, നീ എന്നെ സൃഷ്ടിക്കുമ്പോ ഫറഫഅതു റഅസി, എന്റെ ശിരസ് ഞാൻ ഉയർത്തി നോക്കുമ്പോ ഫറഅയ്തു അലാ ഖവായിമിൽ അർശി, നിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് മക്തൂബൻ, ഒരു ലിഖിതം ഞാൻ കണ്ടു അല്ലാഹ്, ഒരു ലെറ്റർ ഞാൻ കണ്ടു അല്ലാഹ്, ഒരു എഴുത്ത് ഞാൻ കണ്ടു അല്ലാഹ്. എന്താണ് ആ എഴുത്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അർശിന്റെ താഴ്ഭാഗത്ത് നിന്റെ നാമത്തോടൊപ്പം ചേർത്ത് വെച്ചിട്ടുള്ള നാമം അത് പരിശുദ്ധ നാമമാണെന്ന് എനിക്കറിയാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുമ്പോഴാണ് പരിഹാരമായതെന്ന് ചരിത്രം. എത്ര തെളിവുകളാണ് സഹോദരങ്ങളെ. ഇത് വാറോലയല്ല. ഇമാം ബൈഹഖി തങ്ങൾ അവിടുത്തെ ദലായിലിൽ, ഇമാം ഹാക്കിം തങ്ങൾ അവിടുത്തെ മുസ്തദ്റക്കിൽ, ഇമാം സുയൂത്തി തങ്ങൾ അവിടുത്തെ ദുറുൽ മൻസൂറിൽ, ഇമാം ഹാഫിദ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ, ഇമാം റാസി തങ്ങൾ അവിടുത്തെ തഫ്സീറുൽ കബീറിൽ, ഇമാം ഖുർത്തുബി തങ്ങൾ അവിടുത്തെ ജാമിഉ അഹ്കാമിൽ ഖുർആനിൽ, ഇമാം ബൈലാവി തങ്ങൾ അവിടുത്തെ തഫ്സീർ, എത്ര തഫ്സീറുകളിൽ ഈ വിഷയം പരിഹാരം ആദ്യ പിതാവിനെ കൊണ്ട് തന്നെ പരിഹാരം മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളാണെന്ന് അല്ലാഹു അറിയിച്ചത്. മാത്രമല്ല പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നിസാഇൽ അതിനെ വിളംബരം ചെയ്തു തരുകയും ചെയ്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലൗ അന്നഹും ഇദ് ളലമൂ أنفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എന്റെ പ്രിയപ്പെട്ടവരെ, ശരീരത്തോട് അക്രമം ചെയ്തവരായ നിലയ്ക്ക് നബിയേ നിങ്ങളെ അടുക്കലാണ് അവർ വരുന്നത്. നിങ്ങളുടെ അടുക്കൽ വരും. എന്നിട്ടോ അല്ലാഹുവിനോട് അവർ പൊറുക്കലിനെ തേടും. നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് നിങ്ങളെ മുൻനിർത്തിയിട്ട് ചോദിക്കും. അപ്പോഴോ റസൂൽ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടും. അപ്പോഴോ അല്ലാഹു ഇടപെടും. പിന്നെ പടച്ചവനെ ഇടപെടാതിരിക്കാൻ സാധ്യമല്ല. ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. അല്ലാഹു പശ്ചാത്താപം കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെറിയ വിഷയമല്ല. ഹബീബായ പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാറ്റിനും പരിഹാരമാണ്. അതുകൊണ്ട് ആ പ്രവാചകന്റെ പ്രണയ ലോകത്തേക്ക് നമ്മൾ എങ്ങനെ കടന്നു പോകാതിരിക്കും? വളരെ കർശനമായിട്ടാണ് അല്ലാഹു അവിടുത്തെ പ്രണയത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. വളരെ കർശനമായിട്ടാണ് അല്ലാഹു അവിടുത്തെ പ്രണയത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും ആളുകളുടെ വാക്കുകളല്ല. പരിശുദ്ധമായ ഖുർആൻ ഹബീബായ പ്രവാചകനെക്കാളും വേറെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ ഖുർആൻ പറയാം, നിങ്ങൾ ഉമ്മയാകട്ടെ, ഉപ്പയാകട്ടെ, സന്താനങ്ങളാകട്ടെ, ഭാര്യയാകട്ടെ, കുടുംബമാകട്ടെ, നിങ്ങളുടെ സ്വത്ത് സമ്പത്ത് എന്തായിരുന്നാലും
അതിനോടങ്ങാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാളും ഇഷ്ടം കൂടിപ്പോയാൽ അല്ലാഹു പറയുന്നത് ആ തെമ്മാടികൾക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കൂല. എത്ര ഗൗരവമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അല്ലാഹു പറയുകയാണ് ഖുൽ ഇൻ കാന ആബാഉകും وأبناؤكم وأزواجكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയും മുപ്പയും നിങ്ങളുടെ മക്കൾ ഹൃദയത്തിന്റെ കഷ്ണങ്ങളാണ്. മക്കൾ ഉമ്മയും മുപ്പയും 9 മാസവും 14 ദിവസവും ഏതൊരു ഗർഭഗൃഹത്തിൽ കിടന്നുവോ ആ പ്രിയപ്പെട്ട ഉമ്മ, അതുപോലെ പ്രിയപ്പെട്ട പിതാവ് പാതിരാ സമയത്ത് പാടത്തും പറമ്പിലും പണിയെടുത്ത് ക്ഷീണിതനായി വിയർപ്പൊലിച്ച് കടന്നു വരുമ്പോ ഞാനും നിങ്ങളും തൊട്ടിലിൽ കിടക്കുകയാണ്. ആ സമയം ഉമ്മയോട് ചോദിക്കുന്നു, എവിടെ നമ്മുടെ കുഞ്ഞ്? നമ്മുടെ ഉപ്പ ചോദിക്കുന്നു, നമുക്കൊന്നും ഓർമ്മയില്ല. പ്രിയപ്പെട്ടവരെ, ഉമ്മ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കും പുഞ്ചിരിയോടെ, തൊട്ടിലിൽ അവൻ മയങ്ങിപ്പോയല്ലോ, തൊട്ടിലിൽ അവൾ കിടക്കുകയാണല്ലോ. പ്രിയങ്കരനായ ഉപ്പ വരും, എന്നിട്ട് ആ തൊട്ടിലിന്റെ തുണിയോടുകൂടി ഏതെല്ലാമോ പാതിരാത്രിയിൽ നമ്മൾ ഉയർത്തിയിരുന്നു ആ കരങ്ങൾ ചുംബനം നൽകും. കവിളിലല്ല, ചോരയുടെ നിറം മാറാത്ത കാലുകളിൽ ചുംബനം നൽകുന്ന ഉപ്പ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഉപ്പയോടും ഉമ്മയോടുള്ള കടമകൾ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ കാണുകയും വേണം. അല്ലാഹുവേ നമ്മുടെ ഉപ്പ ഉമ്മമാർക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ്. റച്ചവനെ, എന്റെ സുഹൃത്ത് റഫീഖ് അടക്കമുള്ള പലരുടെയും ഉമ്മയും ഉപ്പയും ഖബറുകളിലാണ്. അല്ലാഹ്, ആ ഖബറുകൾ നീ സന്തോഷിപ്പിക്കണേ റബ്ബേ. ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തിന്റെ മിസ്ൽ സവാബുകളെ ആ ഖബറുകളിൽ നീ എത്തിക്കണേ അല്ലാഹ്. അവർ ചെയ്ത സുഹൃതങ്ങൾക്ക് 10 മടങ്ങ് പ്രതിഫലം പ്രകാശമായി ആ ഖബറിൽ പ്രതിഫലിപ്പിക്കണേ അല്ലാഹ്. എന്തെങ്കിലും തെറ്റുവന്നു പോയെങ്കിൽ നീ നിന്റെ കരുണ കൊണ്ട് പൊറുക്കണേ അല്ലാഹ്. ഉപ്പയുമ്മയും അതുപോലെ നമ്മുടെ ഹൃദയത്തിന്റെ വസന്തങ്ങളാകുന്ന നമ്മുടെ മക്കൾ വിശദീകരിക്കണ്ടല്ലോ. നമ്മുടെ രാവുകളെ പകലാക്കി തരുന്ന നമ്മുടെ സഹധർമ്മിണി, പ്രിയപ്പെട്ട പ്രാണപ്രേയസി പെങ്ങളെ, നിന്റെ വല്ലഭൻ ആ ഇണകൾ. അതുപോലെ ഖുർആനാണ്, അല്ലാഹുവിന്റെ ഖുർആനാണ്. നമ്മൾ ഒരുമിച്ച് കൂട്ടുന്ന നമ്മുടെ മുതല്, നഷ്ടം വരുവോ, ഇന്ന് ലാഭം കുറഞ്ഞുവോ, ഒരു പേടിയാണ് കച്ചവടക്കാർക്ക്. അങ്ങനെ ഭയപ്പാടോടെ തകർന്നു പോകുമോ എന്ന ഭയപ്പാടോടെ ഒരു നടത്തുന്ന കച്ചവടം. വളരെ സന്തോഷത്തോടെ പാർക്കുന്ന നമ്മുടെ പാർപ്പിടം എല്ലാം അല്ലാഹു ഉൾപ്പെടുത്തി ആയത്തിൽ. എന്നിട്ടോ ഇവരും ഈ പറഞ്ഞതും ഈ പറഞ്ഞ വ്യക്തികളും ഈ പറഞ്ഞ വസ്തുക്കളും അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി, അല്ലാഹുവിനെക്കാളും അവന്റെ ഹബീബിനെക്കാളും ഇവരോട് ഈ വസ്തുക്കളോട് ആർക്കെങ്കിലും ഇഷ്ടം കൂടിപ്പോയാൽ അത് നല്ല പണിയായില്ല, അത് ശരിയല്ല, ആള് ശരിയല്ല എന്നതൊന്നുമല്ല പറഞ്ഞത്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അങ്ങനെയുള്ള തെമ്മാടികൾക്ക് അല്ലാഹ് ഹിദായത്ത് കൊടുക്കുകയില്ല, അല്ലാഹ് സന്മാർഗം കൊടുക്കുകയില്ല. പരിശുദ്ധമായ ഖുർആൻ എത്ര ഗൗരവമാണ് ആ മഹബ്ബത്തിന് അല്ലാഹു കൊടുത്തത്. അല്ലാഹുവേ, ചിന്തിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. സ്വന്തം ശരീരത്തിന്റെ വേദനയെക്കാളും സ്വഹാബികൾ ഹബീബായ പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് നോക്കുമ്പോ അവരുടെ വേദനകൾ മറന്നു പോവുകയാണ്. ഉഹദ് യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ അല്പം പരിഭ്രമിച്ച ഒരു സന്ദർഭമുണ്ടല്ലോ, ഒരു പരിഭവമുണ്ടായി, ഒരു പരിഭ്രമമുണ്ടായി, ഒന്ന് ചിതറിയോടിപ്പോയി, ഒന്ന് കാലിടറിപ്പോയി. ഉഹദ് യുദ്ധത്തിൽ സയ്യിദുനാ റബീഅ റളിയല്ലാഹു തആല അൻഹുവിനോട്
ഹബീബായ പ്രവാചകന് വലിയ ഇഷ്ടമാണ്. സ്വഹാബികളോട് ചോദിക്കുന്നു, എവിടെയാണ് എന്റെ റബിയ, എവിടെയാണ് എന്റെ റബിയ? റബീനെ കാണുന്നില്ലല്ലോ. സ്വഹാബികൾ നാലുപാടും ഓടി ഒരു പർവ്വതത്തിന്റെ താഴ്ഭാഗത്ത് 14 വെട്ടുകൾ കൊണ്ട് കിടന്ന് പെടുകയാണ് സയ്യിദുനാ റബിയ. അടുക്കൽ വന്നു, പ്രിയപ്പെട്ടവരെ അടുക്കൽ വന്നു. സഹാബികൾ നിൽക്കുമ്പോ റബിയ തങ്ങൾ ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് സഹാബികളെ? ഇവിടെ ആരും വേണ്ട, എന്റെ റസൂൽ അവിടെ ഒറ്റയ്ക്കാണ്, എന്റെ ഹബീബ് അവിടെ ഒറ്റയ്ക്കാണ്, നിങ്ങൾ അങ്ങോട്ട് പോ, ഇവിടെ ആരും വേണ്ട, എന്റെ അടുക്കൽ ആരും വേണ്ട. 14 വെട്ടുകൊണ്ട് പടയുന്ന വേദന മറന്നുപോയി ഹബീബിനോടുള്ള പ്രളയം കാരണം. എന്റെ സലാം മുത്തു റസൂലിനോട് പറയണേ, എന്റെ അവസ്ഥ പറയണേ, നിങ്ങൾ വേഗം പൊയ്ക്കോ എന്ന് പറഞ്ഞ് അവനെ മടക്കി അയക്കുന്ന ഒരു കാമുകനല്ലയോ സയ്യിദുനാ റബിയ റളിയല്ലാഹു തആല അൻഹു. ഇതായിരുന്നു സ്വഹാബികളുടെ മനസ്സ്. എന്റെ പ്രിയപ്പെട്ടവരെ, അവരുടെ ആവലാതി റസൂലിനെ കിട്ടുകയില്ലയോ? പരലോകത്തിൽ പോലും ഇവിടെയില്ല, സ്വർഗത്തിൽ പോലും. സ്വഹാബികളുടെ ചിന്തയാണ്. അല്ലാഹു നമ്മുടെ ഖൽബിലും മഹബ്ബത്ത് തരട്ടെ. സ്വർഗത്തിന്റെ വർണ്ണാഭമായ കാഴ്ചകൾ കാണാൻ പറ്റുമോ എന്നതല്ല അവരുടെ ആവലാതി. സ്വഹാബികളുടെ ചിന്തയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെയുള്ള വജ്രങ്ങളും മുത്തുമണികളും പതിപ്പിച്ച മുറ്റങ്ങളിൽ ചവിട്ടാൻ പറ്റുമോ എന്നതല്ല അവരുടെ പരിഭവം. അവിടെയുള്ള താഴ്വരകൾ, സുന്ദരമായ കുന്നുമാമലകൾ, പച്ചപ്പുകൾ, അരുവികൾ, തേനാറും പാലരുവികളും തേനരുവികളും, അവിടെയൊന്ന് പോയി പാനിക്കാനുള്ള ഭാഗ്യം കിട്ടുമോ എന്നതല്ല സഹാബികളുടെ പരിഭവം. സയ്യിദുനാ സൗബാൻ റളിയല്ലാഹു തആല അൻഹു ഹബീബായ പ്രവാചകന്റെ മുൻപിൽ വരുകയാണ്, ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, നബിയേ, എനിക്കൊരു കാര്യം അറിയാനുണ്ട്. ആഗ്രഹിക്കുമ്പോഴൊക്കെ ഓടിയെത്താൻ അങ്ങ് ഞങ്ങളുടെ മുമ്പിലുണ്ട്. അങ്ങയുടെ മുമ്പിൽ നിന്നും ഞങ്ങൾ പോകുമ്പോ വേദനയാണ് നബിയേ. 14-ാം രാവിലെ പൂർണ്ണേന്ദുവിനെ പരാജയപ്പെടുത്തിയ മുഖകമനമുള്ള പ്രവാചകരെ, സൂര്യന്റെ പ്രഭാപൂരിതമായ കിരണങ്ങളെ പരാജയപ്പെടുത്തിയ പ്രകാശരൂപത്തിന്റെ പ്രതിഭാസമായ പ്രവാചകരെ, അന്ത ശംസുൻ അന്ത ബദുറുൻ അന്ത നൂറുൻ ഫൗക നൂരി അന്ത ഇക്സീറുൻ വഗാലി അന്ത മിസ്ബാഹുസ് സുദൂർ യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സലവാത്തുല്ലാഹി അലൈക്കും. സൂര്യനെ, ചന്ദ്രനെ, അവിടുത്തെ നൂറുകളുടെ ഫൗക നൂരി, അതിന്റെയും മുകളിലുള്ള പ്രകാശമുള്ള നബിയെ. എന്റെ പ്രിയപ്പെട്ടവരെ, സൗബാൻ തങ്ങളെ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, പരലോകത്തിൽ കടന്നു ചൊല്ലുമ്പോ, സ്വർഗതീരത്തണയുമ്പോ ഈ പാവപ്പെട്ട സൗബാൻ എങ്ങനെയാണ് നബിയെ അവളെ അങ്ങയെ കാണാൻ പറ്റുക? കാരണം അങ്ങയുടെ അടുത്ത് ലക്ഷക്കണക്കിന് വരുന്ന പ്രവാചകന്മാരല്ലയോ അങ്ങയുടെ പരിമളമൂറുന്ന പരിസരത്തുണ്ടാവുക? അങ്ങയുടെ പരിസരത്ത് പ്രവാചകന്മാരല്ലേ ഉണ്ടാവുക? എവിടെ സൗബാൻ ഒരു സീറ്റ് കിട്ടുക? സ്വർഗത്തിലുള്ള ആവലാതി പോലും അതാണ് ഈ സ്വഹാബികളുടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു പരിഭവം പറഞ്ഞപ്പോ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചിറകടിച്ചു വന്നുപോയി. മുത്തിന്റെ നെറ്റിത്തടത്തിൽ വിയർപ്പിന്റെ തിളക്കമായി പോയി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യുതിഇല്ലാഹ വറസൂൽ ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين.
സൗബാനെ പേടിക്കണ്ട, അല്ലാഹു പറയുകയാണ്, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും വഴിപ്പെട്ട് മുന്നോട്ട് പോയാൽ ആ കൂട്ടക്കാർ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ചവരോടൊപ്പമാണ് അവർ. ആരാണ്? മിനൻ നബീൻ വസ്സുദ്ദീഖീൻ വസ്സുഹദാഇ വസ്സാലിഹീൻ, അവർ പ്രവാചകന്മാരോടൊപ്പമാണ്. സ്വർഗ്ഗത്തിൽ ഞാൻ എവിടെ എത്തും എന്ന് പരിഭവിക്കണ്ട, പ്രവാചകന്മാരല്ലേ ഫസ്റ്റ് സീറ്റിൽ ഉണ്ടാവുക, വിഷമിക്കണ്ട. അവർ പ്രവാചകന്മാരോടൊപ്പമാണ്. മഅൻ നബീൻ വസ്സുദ്ദീഖീൻ, അവർ സിദ്ദീഖീങ്ങളോടൊപ്പമാണ്. വസ്സുഹദാഇ, അവർ ശുഹദാക്കളോടൊപ്പമാണ്. വസ്സാലിഹീൻ, അവർ സ്വാലിഹീങ്ങളോടൊപ്പമാണ്. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ കടുപ്പം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് മുത്തം വെക്കാനോ തങ്ങളെ ഒന്ന് തൊടാനോ തങ്ങൾ ഉളൂ ചെയ്ത വെള്ളം ചേർത്ത് നെഞ്ചോട് ചേർക്കാനോ മാത്രമല്ല, തങ്ങൾ തൊട്ടടുത്ത് തൊടാൻ, തങ്ങൾ തൊട്ട സ്ഥലത്ത് തൊടാൻ. ചിന്തിക്കണേ മഹബ്ബത്തിന്റെ വലിപ്പം. തങ്ങൾ തൊട്ട സ്ഥലത്ത് പോയി തൊടുക, തങ്ങൾ നോക്കിയെടുത്തോട്ട് നോക്കുക. തങ്ങൾ എവിടെയാ കുനിഞ്ഞു പോയത്? എത്രയോ നാളുകൾ മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഞ്ചരിച്ചപ്പോ നടപ്പാതയിൽ ഒരു മരച്ചില്ലയുണ്ടായിരുന്നു. ചിന്തിക്കണം, നടപ്പാതയിൽ ഒരു മരച്ചില്ലയുണ്ടായിരുന്നു. ആ മരച്ചില്ലയിൽ തട്ടാതിരിക്കാൻ മുഹമ്മദ് മുസ്തഫ പോയിരുന്നു. മരമൊക്കെ പിന്നെ മുറിച്ചു കളഞ്ഞു, പിന്നെ മരമൊന്നുമില്ല. ആ സ്ഥലത്തെത്തുമ്പോ സഹാബികൾ ഒന്ന് കുനിഞ്ഞു പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര വലിയ അനുധാവനവും അനുരാഗവുമാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത്ര വലിയ അനുരാഗത്തിന്റെ അത്ഭുതം തീർത്ത ഒരനുയായ വൃന്ദത്തെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് അവകാശപ്പെടാൻ പറ്റുമോ? മഹാനായ സലമത്ത് ബിൻ അഖ്വഅ റളിയല്ലാഹു തആല അൻഹു ഖൈബർ യുദ്ധത്തിൽ സലമത്ത് റളിയല്ലാഹു തആല കയ്യിൽ വെട്ടുകൊണ്ട് ആ കൈ ഇങ്ങനെ ഒടിഞ്ഞ് താഴെ വീഴാൻ പോവുകയാണ്. സഹാബികളോട് ഒന്ന് സലമ എന്നെ പിടിക്കണ്ട, സലമ തങ്ങൾ പറയും, എന്നെ തൊടണ്ട, ആരും തൊടണ്ട, എന്നെ കൊണ്ടുപോ, പരിഹാര പർവ്വപറുദീസയുടെ അടുത്ത് കൊണ്ടുപോ, എന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് കൊണ്ടുപോ. നിങ്ങളാരും ഒന്നും തൊടേണ്ടതില്ല, നിങ്ങളാരും പിടിക്കേണ്ടതില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു. എന്റെ കയ്യിൽ വിട്ടുകൊണ്ട്, നബിയേ എന്റെ കൈതാ താഴേക്ക് ഇറ്റു വീഴാൻ പോവുകയാണ്. സലമ തങ്ങളോട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം ചോദിച്ചു, മോനെ ഇത് ദീനിന് വേണ്ടി കൊടുക്കാമെന്നൊക്കെ മനസ്സിലാവും. ആദ്യം ചോദിച്ചതാണ്, ഇത് ദീനിന് വേണ്ടി കൊടുത്തൂടെ നിനക്ക്? ഇത് ദീനിന് വേണ്ടിയിട്ട് നിനക്ക് കൊടുത്തൂടെ? ഇത് ദീനിന് വേണ്ടിയിട്ട് കൊടുത്തൂടെ? ഈ കൈ ഉടൻ തന്നെ സലമ തങ്ങൾ പറയുന്നു, എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഈ ശിരസ് പോലും ദീനിനാണ് നബിയേ. ഇന്നൊരു കൈ എനിക്ക് കൊടുക്കാൻ പ്രയാസമില്ല, പക്ഷെ ഇനിയും ഈ ദീനിന് വേണ്ടിയിട്ട് ഈ കൈ കൊണ്ട് എനിക്ക് പോരാടണം നബിയേ. ഒരു ദുന്യവിയായ ആവശ്യത്തിനല്ല, ഈ കൈ എനിക്കൊന്ന് പുനരുജ്ജീവിപ്പിച്ചു തരണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൈ ചേർത്ത് വെച്ചു. അവിടുത്തെ ഉമനീരെടുത്തു. സുബ്ഹാനല്ലാഹ്, പുരട്ടി അത്ഭുതം. കൈ പൂർവോപരി ആരോഗ്യമുള്ളതായി. ആ യുദ്ധത്തിൽ തന്നെ യുദ്ധം ചെയ്തു എന്ന ചരിത്രം. ഏത് യുദ്ധത്തിലാണ് വെട്ടുകൊണ്ടത്? ആ യുദ്ധത്തിൽ തന്നെ നല്ല ഉഷാറായി പോർക്കളത്തിൽ അടരാടി. നമ്മുടെ പോയിന്റ് അവിടെയല്ല, യുദ്ധം കഴിഞ്ഞു. അതിനുശേഷവും മഹാനായ സലമത്ത് ബിൻ അഖ്വഅ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മറപ്പടിയിൽ അവിടുത്തെ വീട്ടിലെ സഹാബികൾ ക്യൂ നിൽക്കുകയാണ്. ക്യൂ എന്ന് പറയുമ്പോ ആദ്യം തസവറാകുന്നത്, ആദ്യം നമുക്ക് ചിന്തിക്കുന്നത് ATM-ന്റെയും ബാങ്കിന്റെയും ട്രഷറിയുടെ മുമ്പിൽ, അത് കഴിഞ്ഞ് ഇതൊക്കെ മുമ്പിലുള്ള ക്യൂ ആണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സലമത്ത് ബിൻ അഖ്വഅ തങ്ങളുടെ വീട്ടിന്റെ മുമ്പിൽ സഹാബികൾ തിക്കും തിരക്കും കൂട്ടുകയാണ്. എന്താ കാരണം എന്നറിയോ?
എന്താ കാരണം എന്നറിയോ? എന്നിട്ട് അവര് പുറത്തുനിന്ന് വിളിക്കുകയാണ്, സലമാ ഒന്ന് വരണേ. സലമ തങ്ങൾ വരുമ്പോ സലമാ തങ്ങളോട് ചോദിക്കുകയാണ്, ഈ കൈയൊന്ന് നീട്ടിത്തരുമോ? കൈയൊന്ന് നീട്ടിത്തരുവോ? സലമാ തങ്ങൾ കൈ നീട്ടിക്കൊടുക്കും. എന്തിന്? ആ കയ്യിൽ ചുംബിക്കാനാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുപ്പുനീര് പുരട്ടി എത്രയോ നാളുകൾക്ക് മുമ്പ് ശിഫയാക്കി കൊടുത്തു. അവിടെ ചുംബിക്കാൻ ചുണ്ട് ചേർത്ത് വെക്കുന്ന സഹാബികൾക്ക് ഒരുപക്ഷേ പുത്തൻവാദികളുടെ ഭാഷയിൽ ഭ്രാന്തെന്ന് പറയാം. ഞങ്ങൾ ആ ഭ്രാന്തിനെ ഇഷ്ടപ്പെടുന്നവരാണ്. ഞങ്ങൾ ആ ഭ്രാന്തന്മാരോട്, നിങ്ങളുടെ ഭാഷയിലുള്ള ഭ്രാന്തന്മാരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബിൽ നീ ആ മഹബ്ബത്ത് നൽകണേ അല്ലാഹ്. എന്നിട്ട് ഈ സലമത്ത് ബിൻ അക്വഅ തങ്ങൾ ആ നാട്ടിൽ നിന്ന് വേറെ നാട്ടിൽ പോയി താമസിച്ചു എന്ന് ചരിത്രമുണ്ട്. വേറെ നാട്ടിൽ പോയി അവിടെ താമസം മാറിയതാണ്. പക്ഷെ അവിടെയും വാഹനം എടുത്തുകൊണ്ട് പിന്നെയും പോയി ഹബീബായ പ്രവാചകൻ തുപ്പല് പുരട്ടിയെടുത്ത് ചുടുചുംബനം കൊടുക്കാൻ. പ്രിയപ്പെട്ടവരെ, ഔസാഫുഹു മാ യന്തഹി തഅദാദുഹാ ഫൽമദുഹു യഖ്സുറു അൻ ബുലൂഗിൽ മഖ്സിദി യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. അല്ലാഹുവേ, അനുഗ്രഹിക്കണേ അല്ലാഹ്. മനുഷ്യ, പെങ്ങളെ, ചെറുപ്പക്കാരാ, നിന്റെ മനസ്സിൽ സ്വാധീനം ചെലുത്തുന്നത് പ്രണയമാണോ? പുതിയ തലമുറയോട് ഞാൻ ചോദിക്കുന്നു, നിന്റെ അന്തരംഗത്ത്, നിന്റെ ഹൃദയത്തിലുള്ളത് പ്രവാചകാനുരാഗത്തിന്റെ അലയലുകളാണോ? ഒരു മൗലിദിന്റെ സദസ്സിൽ കൂടാൻ പറ്റില്ലല്ലോ. അല്ലാഹു റസൂലിനെ പൂർണ്ണമായി പ്രകീർത്തിക്കുന്ന ഒരു മഹബ്ബത്തിന്റെ, ഒരു മദഹിന്റെ സദസ്സിൽ എനിക്കൊന്ന് പങ്കാളിയാവാൻ പറ്റിയില്ലല്ലോ. അങ്ങനെയുള്ള ബേജാറ് ഏത് ചെറുപ്പക്കാരനാണുള്ളത്? അവന്റെ മനസ്സിൽ IPL-ഉം ISL-ഉമാണ്. എന്നാലും കേരളം വേണ്ടായിരുന്നു. ഫൈനൽ വരെ വല്ലാത്ത പ്രാളവും വേദന, എന്തെല്ലാം കരച്ചിലും പിഴിച്ചിലും, ഇത്ര കമന്റുകൾ. സുബ്ഹാനല്ലാഹ്, എന്ത് പ്രതിഷേധം! സുബ്ഹാനല്ലാഹ്. ഒരു ചെറിയ വീഡിയോ കൊണ്ട് ഒരു കുട്ടി കണ്ടോന്നറിയില്ല, എനിക്കൊരാൾ അയച്ച ഉസ്താദെ ഞങ്ങളൊന്ന് കണ്ടോളൂ, ഞങ്ങൾക്ക് ഒരു ഉപകാരപ്പെടുമെന്ന് പറഞ്ഞിട്ട് കാണിച്ചതാണ്. ഒരു കുട്ടി ഒരു 5-6 വയസ്സുണ്ടാവും, ഭയങ്കര കരച്ചിൽ. സുബ്ഹാനല്ലാഹ്, അങ്ങോട്ടും ഇങ്ങോട്ടും കരയും. ഞാൻ ആദ്യം വിചാരിച്ചു ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കുമെന്ന്. പക്ഷേ കരയുകയാണ്. കേരളം തോറ്റപ്പോ ടെലിവിഷനും ഇങ്ങോട്ടും വലിയ കരച്ചിൽ. മാതാപിതാക്കളെ, മോനെ കുഴപ്പമില്ലടാ, അടുത്തേനെ നോക്കാം. ഇല്ലില്ല, ഭയങ്കര കരച്ചിൽ. ആ മസ്തിഷ്കത്തിൽ എങ്ങനെ കളിയുടെ ജ്വരം ആര് കൊടുത്തു? എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ചിന്തിക്കണം. അതിന് അവസരം നിങ്ങൾ കൊടുത്തു. അവരുടെ മസ്തിഷ്കം മുഴുവനും കളിയായി പോയി. അല്ലിമൂ ഔലാദക്കും മഹബ്ബത റസൂലില്ലാഹ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ മഹബ്ബത്ത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് മുത്തനബി പറയുമ്പോ നമ്മൾ ഫുട്ബോളും ക്രിക്കറ്റുമാണ് കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു ചെറുപ്പക്കാരനോട് മോന്റെ പേര് വെച്ചപ്പോ സിദാൻ, അതൊന്നും ഞാൻ പറയുന്നില്ല. അല്ലാഹു ചിന്തിക്കാൻ തൗഫീഖ് തരട്ടെ. അല്ലാഹു ചിന്തിക്കാൻ തൗഫീഖ്. നല്ലൊരു ഫുട്ബോൾ കളിക്കാരനാക്കണം നമുക്ക് ആഗ്രഹം. എന്തായാലും അല്ലാഹു ഖൈറിലാക്കി കൊടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ചിന്തിക്കണം. പച്ച ഹൃദയത്തിന് മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രണയമില്ലെങ്കിലോ? അല്ലാഹുവിന്റെ മുഴുവൻ പടപ്പുകൾക്കും പ്രണയമുണ്ട്. മനുഷ്യ, നിന്റെ ഹൃദയത്തിൽ പ്രണയമില്ല. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരു അഅറാബിയായ മനുഷ്യൻ വന്നു. ഒരു അഅറാബിയായ മനുഷ്യൻ വന്നിട്ട് പറയുന്നു, അരിനീ മുഅ്ജിസതാ, എനിക്കൊരു അത്ഭുതം ഒന്ന് കാണിച്ചു തരുവോ നബിയേ? ഒരു അത്ഭുതം കാണിച്ചു തരുമോ നബിയെ? എനിക്ക് കാണാനുള്ള പൂതി കൊണ്ടാണ്. നബി നമ്മൾ ചോദിക്കുന്ന, മോനെ അവലം തുമ്മിൻ, നിനക്ക് ഈമാനായില്ലേ? ഇനി അത്ഭുതം കാണാൻ നടക്കുകയാണോ? നിനക്ക് ഈമാൻ കാമിലായില്ലേ? ഇല്ല നബിയെ, വലാകിൻ ലിയത്മഇന്ന ഖൽബി, എന്റെ ഖൽബിൽ ഒരു സമാധാനം ഉണ്ടാകാനാണ്. അത്ഭുതം കാണുമ്പോൾ അത്രയും നല്ല റാഹത്ത് ആ ഖൽബിൽ ഉണ്ടാകാൻ വേണ്ടിയാണ്. ഈമാൻ കുറഞ്ഞതുകൊണ്ടൊന്നുമല്ല എന്നാ മനുഷ്യൻ പറയുമ്പോ ഹബീബായ നബി പറയുകയാണ്, മോനെ, ആ മരുഭൂമിയുടെ അപ്പുറത്ത് അങ്ങേയറ്റം നിൽക്കുന്ന ഒരു വൃക്ഷം കാണുന്നുണ്ടോ? ഉണ്ട് നബിയെ. അങ്ങോട്ട് ചെല്ലു. ആ വൃക്ഷത്തോട് ചെന്ന് പറ, യദഊക റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ വിളിക്കുന്നു എന്ന് പറ.
പ്രിയപ്പെട്ടവരെ, റസൂലിനെ അറിയാത്ത ലോകത്തിൽ ഏതെങ്കിലും ഒരു അണുണ്ടോ, ഒരംശമുണ്ടോ, ഒരു പറവയുണ്ടോ, ഒരു വൃക്ഷമുണ്ടോ? ഞാൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ഒരു പറവയുടെ കഥയാണ് ഉസ്താദ് പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലേ? പറവയുടെ കഥ പറഞ്ഞില്ലേ ലാസ്റ്റ്? ശ്രദ്ധിച്ചില്ല അല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആർക്കാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാത്തത്? ആ മനുഷ്യൻ കടന്നു ചെന്നു, എന്നിട്ട് പറയുന്നു, യദൂക റസൂലുള്ളാഹ് വലമ്മാ സമിഅത് ഇസ്മ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വലമ്മാ സമിഅത് ഇസ്മ റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ പേര് ആ വൃക്ഷം കേട്ടപ്പോ, ജാഅതുലി ദഅവതിഹി അശ്ജാറു സാജിദതൻ യംശി ലൈല സഖിൻ ബിലാ ഖദമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക പച്ച മനുഷ്യ ഹൃദയത്തിന് പ്രണയമില്ല. പ്രിയപ്പെട്ടവരെ, ആലോചിക്കണം. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് കാലം ഖുത്ബ ഓതിയ മിമ്പർ അത് ഈന്തപ്പനയുടെ ഓലകൾ മടലുകളായിരുന്നു. അതൊന്ന് പുതുക്കി പണിയാൻ സഹാബികളോട് പറഞ്ഞു. ഒരു അൻസാരി പെണ്ണ് കുറച്ച് തടികൾ വഖഫ് ചെയ്തു, അതുകൊണ്ട് നമുക്ക് പുതിയ മിമ്പർ ഉണ്ടാക്കാം. പഴയ മിമ്പറിന്റെ ആ മടലുകൾ മാറ്റിയിട്ടു, പുതിയ മിമ്പർ ഉണ്ടാക്കി. ഫസ്റ്റ് അതിന്റെ ഫ്രഷായ മിമ്പറിലേക്ക് ഒരു ഖുത്ബ ഓതാൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നുപോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹാബികൾ പറയുകയാണ്, സമിഅനാ സൗതൻ ഹനീന, ഒരു ഏങ്ങലടിച്ചുള്ള കരച്ചിൽ, സൗതൻ ഹനീന, ഒരു തേങ്ങിക്കരച്ചിലാണ് കേൾക്കുന്നത്. വസ്ദാദൽ ഹനീൻ, ആ കരച്ചിലങ്ങനെ കൂടിക്കൂടി വന്നു, ആ കരച്ചിലങ്ങനെ കൂടിക്കൂടി വന്നു. ഏങ്ങലടിച്ചുള്ള കരച്ചിൽ, ആ കരച്ചിലങ്ങനെ കൂടിക്കൂടി വന്നു. സുബ്ഹാനല്ലാഹ്, ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങള് താഴെ ഇറങ്ങി മിമ്പറിൽ നിന്നും. ഫനസല മിൻ മിമ്പറിൽ ജദീദ്, പുതിയ മിമ്പറിൽ നിന്നും താഴെ ഇറങ്ങി. ആരാണ് കരയുന്നതെന്നറിയോ? പഴയ മിമ്പറിന്റെ കഷ്ണങ്ങളായ ഈന്തപ്പന മടലുകളാണ് ഞങ്ങളടിച്ച് കരയുന്നത്. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവളുടെ അടുത്ത് ചെന്നു. എന്തേ മായുബുക്കി നബിയേ, ഞങ്ങൾക്ക് ഇത്ര നാളുണ്ടായിരുന്ന ഭാഗ്യം നഷ്ടപ്പെട്ടു പോയല്ലോ. ഏഴാകാശവും കടന്നുപോയ അങ്ങയുടെ പാദം ഞങ്ങളുടെ ശരീരത്തിലല്ലയോ ഇത്ര നാള് പതിച്ചിരുന്നത് നബിയേ. ആ ഭാഗ്യം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ റസൂലേ, ഞങ്ങൾ എങ്ങനെ സഹിക്കും റസൂലേ എന്ന് ഏങ്ങലടിച്ച് ഈന്തപ്പന മടലുകളാണ് കരയുന്നത്. വിതങ്ങൾ അവളുടെ മേലവിടുത്തെ കരങ്ങൾ വെച്ചു. ഫസക്കത്ത, പിന്നെ അടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബികളെ, ഞാൻ അങ്ങനെ കൈവച്ചില്ലായിരുന്നെങ്കിൽ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമ നാൾ വരെ അവൾ കരന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രണയ പരിസരത്തേക്ക് കടന്നു പോകുമ്പോ പിന്നെ വേദന മറക്കുകയാണ്. പിന്നെ ബന്ധങ്ങൾ, ഏറ്റവും വലിയ ബന്ധുരമായ ബന്ധം പ്രവാചകനാവുകയാണ്. ഒരൊറ്റ സംഭവം കൂടി ഞാൻ പറഞ്ഞു ചുരുക്കുകയാണ്. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ ആളുകളും ഒന്ന് മുമ്പോട്ട് വരണം. എല്ലാവരും എഴുന്നേറ്റ് മുമ്പോട്ട് വരണം. ഒരു സംഭവം കൂടെ പറഞ്ഞൊരു ചെറിയ ദുആ ഇറക്കണം. ഹബീബിന്റെ ഒരു മദ്ഹ് ചൊല്ലിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആ ഇറക്കണം. ആ പരിസരത്തുള്ള ആളുകളൊക്കെ നടത്തു വരണം. അൽഹംദുലില്ലാഹ്, നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ അവർ വർഷങ്ങളായി നടത്തുന്ന പരിപാടിയാണ്. 4 വർഷം അല്ലേ?
4 വർഷം കൊണ്ട് അൽഹംദുലില്ലാഹ് ഇവിടെ ഒരു ഗാനമേളയല്ല നടക്കുന്നത്, ഒരു ഫാൻസി ഡ്രസ് അല്ല, ഒരു കോമഡി ഷോ അല്ല, ഒരു നൈറ്റ് പ്രോഗ്രാം അല്ല, ഒരു ഇശൽ നൈറ്റ് അല്ല, ഏതെങ്കിലും അശ്ലീലതകൾ നിറഞ്ഞ ഇശൽ നൈറ്റ് അല്ല, ഏതെങ്കിലും കോമാളിത്തരങ്ങളല്ല. ഇത് ഹബീബിന്റെ മദ്ഹിന്റെ ഒരു സദസ്, ഇതൊരു ആത്മീയതയുടെ സദസ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ പ്രവാചകന്റെ പ്രണയ പരിസരത്തേക്ക് കടന്നുപോയി. പക്ഷേ തന്റെ പ്രിയപ്പെട്ട ഉമ്മ കടന്നു വന്നില്ല. ഹബീബിനെ കൊണ്ട് വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, അടിക്കടി മകനോട് പറയുന്ന, മോനെ നീ ആ മതത്തിൽ നിന്നും രാജിവെക്കണേ, നീ ആ മുഹമ്മദിന്റെ പിന്നിൽ നിന്നും പിന്മാറണം. മകൻ പറയുന്നു, ഉമ്മ എന്റെ മുത്തുനബിയെ കുറ്റപ്പെടുത്തരുത്, നിങ്ങൾ എന്നെ എന്തും പറഞ്ഞു ഉമ്മ, എന്റെ ഹൃദയ രാജകുമാരനെ നിങ്ങളൊന്നും പറയല്ലേ ഉമ്മ. പക്ഷേ ആ ഉമ്മ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്നു. അവസാനം ഉമ്മ പറയാണ്, പൊന്നുമോനെ ആലൈതു നഫ്സി, ഞാനൊരു ശപഥം ചെയ്യുകയാണ്. ഉമ്മയുടെ കടുപ്പം, ഞാൻ ശപഥം ചെയ്യുകയാണ്. ആലൈതു നഫ്സി അല്ലാ അത്അമ വലാ അശ്റബ, ഞാൻ ഭക്ഷണം കഴിക്കൂല, ഞാൻ വെള്ളം കുടിക്കൂല മോനെ, ഹത്താ തത്റുക ദീന മുഹമ്മദി, നീ മുഹമ്മദിന്റെ പിന്നിൽ നിന്നും രാജിവെക്കുന്നത് വരെ ഞാൻ പട്ടിണി കിടന്ന് ചാവുമടാ, ഞാൻ മരിച്ചു പോകുന്നത് വരെ, മരണം വരെ നിരാഹാര സത്യാഗ്രഹമെന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ മകൻ പറയുന്നു, ഉമ്മ അങ്ങനെ പറയരുത്. ഇല്ല മോനെ, എന്റെ തീരുമാനം ഉറച്ചതാണ്. ആ ഉമ്മ വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, തളർന്നു പോണു. ഉമ്മ കിടപ്പിലായി മരണ അവസ്ഥയിലേക്ക് പോകുന്നത് പോലെ ഒരു പ്രതീതിയാണ് പ്രിയപ്പെട്ട മകന്റെ മുമ്പിൽ ഉമ്മയെ കാണുന്നത്. ഒന്ന് ആലോചിക്കണേ സഹോദരങ്ങളെ. ഉമ്മയോട് പറയുന്നു, ഉമ്മ നിങ്ങൾ വെള്ളം കുടിക്കുക, എല്ലാത്തിനും പരിഹാരമുണ്ട്, എല്ലാത്തിനും പരിഹാരമുണ്ട്, നിങ്ങൾ വെള്ളം കുടിക്കാതിരിക്കല്ലേ, നിങ്ങൾ ഒരു നുള്ളു ഭക്ഷണം കഴിക്കുക, നിങ്ങൾ ആരോഗ്യസ്ഥിതി വല്ലാത്ത വഷളാണ്. ഉമ്മ പറയുന്നു, ഇല്ല ഞാൻ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഉറച്ചിട്ട് തന്നെയാ ഉള്ളത്. ആ മകൻ പറയുന്നുമോ, ആ മകൻ പറയുന്നു, ഉമ്മ എന്നാൽ നിങ്ങളൊന്നറിഞ്ഞോ, ലൗ കാന ലക്കി മിഅത്തു നഫ്സിൻ സുമ്മ ഖറജത് കുല്ലു വാഹിദിൻ മിൻഹാ, ഉമ്മ നിങ്ങൾക്ക് ഒരു ആത്മാവല്ല 100 ആത്മാവുണ്ടെന്ന് ഞാൻ സങ്കല്പിക്കുകയാണ്. ഒരാത്മാവല്ല ഉമ്മ, 100 ആത്മാവുണ്ടെന്ന് ഞാൻ സങ്കല്പിക്കുകയാണ്. സുമ്മ ഖറജത് കുല്ലു വാഹിദിൻ മിൻഹാ, എന്നിട്ട് ഓരോ ആത്മാവും ഉമ്മ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും പുറപ്പെട്ടു പോവുകയാണ്. ഉമ്മ നിങ്ങൾ ഒരു വട്ടമല്ല 100 വട്ടം പിടഞ്ഞ് 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 മരിക്കുന്നത് ഈ മകൻ കാണേണ്ടി വന്നാലും ഇല്ല ഉമ്മ, നമുക്കുണ്ടാവൂല. ലാ അത്റുകു ദീന മുഹമ്മദി, എനിക്ക് ആ പുണ്യപ്രവാചകന്റെ പ്രണയ പരിസരത്തിൽ നിന്ന് മാറാൻ സാധ്യമല്ല ഉമ്മ, എനിക്ക് കഴിയൂല ഉമ്മ, എനിക്കാവൂല ഉമ്മ. അന്ത ഉമ്മുൻ അം അബൂ ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. الصلاة على النبي والسلام على الرسول شفيع الأبتحي والحبيب العربي. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ, നീ ഖബൂലാക്കണം റഹ്മാനെ, നീ പൊരുത്തപ്പെടണം അല്ലാഹ്. പ്രച്ചവനെ പറഞ്ഞതും കേട്ടതും നിന്റെ തൃപ്തിയിലാക്കണേ അല്ലാഹ്. മഹബ്ബത്തിന്റെ മധു നുകരാൻ ഞങ്ങൾക്ക് നീ വിധി കൂട്ടണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു അവരുടെ കാര്യങ്ങളൊക്കെ സലാമത്താക്കട്ടെ. ഇന്നും ക്യാൻസർ രോഗിയായി RCCയിൽ നിന്നും എഴുതിത്തള്ളി ആംബുലൻസിലിരുന്നു കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു കുടുംബം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദ്വാരക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ് ഞങ്ങളുടെ ശരീരങ്ങളെ കാക്കണം റബ്ബേ. മനുഷ്യന്മാരെ പേടിച്ചുകൊള്ളണം. മാരക രോഗങ്ങൾ, റബ്ബിന്റെ പരീക്ഷണങ്ങളുടെ മുഖങ്ങൾ പലതാണ്. വീട്ടിൽ ഒരാൾക്കെന്ന കണക്ക് ക്യാൻസർ വരികയാണ്. അല്ലാഹ് ആഫിയത്ത് നൽകണം റഹ്മാനെ. മരണം വരെ നിന്ന് നിസ്കരിക്കാൻ ആഫിയത്ത് നൽകണം റബ്ബേ.
ഈ രോഗം അങ്ങോട്ട് വരുമ്പോ സുബ്ഹാനല്ലാഹ് കീമ ചെയ്യാൻ പറ്റുമോ, മരുന്ന് കഴിച്ചാൽ പ്രതികരിക്കുന്നുണ്ടോ, തൊലികൾ പൊളിയുന്നു, തൊണ്ടയിൽ ഒരിറ്റ് വെള്ളം, ഈ രോഗത്തിന്റെ കടുപ്പത്തെക്കാൾ ഉപരി ഒരിറ്റ് വെള്ളം ഉള്ളിലേക്ക് ഇറക്കാൻ പറ്റാതാണ് മനുഷ്യന്മാര് മരിച്ചു പോകുന്നത്. കഴിക്കാൻ ആഗ്രഹമുണ്ട്, പണമുണ്ട്, മക്കളുണ്ട്, സമ്പത്തുണ്ട്, എത്ര കോടികളും ചെലവാക്കാൻ ആളുണ്ട്. പക്ഷേ അല്ലാഹ് പറഞ്ഞു, നീ ഒരു 5 വർഷം വെള്ളം കുടിക്കണ്ട, നീ ഒരു 2 വർഷം വെള്ളം കുടിക്കണ്ട, ട്യൂബിലൂടെ പണി മതി, നീ ഒന്നും ഇനി കഴിക്കണ്ട. അല്ലാഹ് തീരുമാനിച്ചാൽ ആർക്കാണ് നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റുക? അതുകൊണ്ട് റബ്ബിനെ മറക്കല്ലേ. ഒരു സെക്കൻഡിൽ 33 കോടി രാസപ്രവർത്തനങ്ങളാണ് റബ്ബ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ, മനുഷ്യ ശരീരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ റബ്ബിനെ മറക്കല്ലേ, അല്ലാഹനെ മറക്കല്ലേ. ശുക്റുള്ളവരാകണം, നന്ദിയുള്ളവരാകണം, ബന്ധങ്ങൾ സുദൃഢമാകണം, കുടുംബ ബന്ധം ചേർക്കുന്നവരാകണം. ഹബീബ് പറഞ്ഞില്ലേ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ആയുസ് ദീർഘിച്ചു കിട്ടാൻ മനുഷ്യൻ എന്തെല്ലാം പെടാപ്പാടുപെടുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കൂ, നിങ്ങളുടെ ആയുസ് ദീർഘിച്ചു കിട്ടും. ഔ കമാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നല്ല ഒരു ജീവിതം, ചിട്ടമായൊരു ജീവിതം, അതിനെ തിട്ടപ്പെടുത്തിയെടുക്കാൻ നമുക്ക് കഴിയണം, ചിട്ടപ്പെടുത്തിയെടുക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ധാരാളം ആളുകൾ നമ്മുടെ ലൈവിലൂടെ എവിടെല്ലാമോ, ഏതെല്ലാമോ നാട്ടിൽ, ഏതെല്ലാമോ റൂമുകളിൽ, ഏതെല്ലാമോ വഴിവക്കിൽ, ഏതെല്ലാമോ യാത്രയിൽ, ഏതെല്ലാമോ പണികൾക്കിടയിൽ ഈ വിനീതന്റെ ഈ സംസാരം കേൾക്കുകയാണ്. റബ്ബേ, അവരുടെ മനസ്സുകളും നീയാണ് നിയന്ത്രിക്കുന്നത്, അവരുടെ ഹൃദയ നൊമ്പരങ്ങളും നിനക്കറിയാമല്ലോ. അല്ലാഹ് പടച്ചവനെ ഖൈറ് നൽകണമല്ലോ, അവർക്കും ബറക്കത്ത് നൽകണമല്ലോ, അവരുടെ ജീവിതത്തിലും സന്തോഷം നൽകണം. ഒരുപാട് പ്രവാസികളാണ് പടച്ചവനെ നെറ്റിലൂടെ ഒരാശ്വാസമായി കാണുന്നത്. നാട്ടിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. സമ്പത്ത് കൊണ്ട് സഹകരിച്ച് ഇതിന്റെ പ്രവർത്തകർ പലരും പ്രവാസികളാണ്. ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. നമുക്ക് സ്ഥലം അനുവദിച്ചു തന്ന മർഹൂം ഹുസൈൻ മുസ്ലിയാരുടെ മക്കൾക്ക്, മക്കളല്ലേ ഒരു മകനും മരണപ്പെട്ടു അല്ലേ? മകനും വേണ്ടി ദ്വാരക്കണം, അവിടുത്തെ കുടുംബത്തിന് വേണ്ടി ദ്വാരിച്ചു. മൈദീൻ കുട്ടിയുടെ മകൻ അനസിന്റെ പേര് അതുപോലെ ടൂട്ടിൽ കോയ മുഹാജിയുടെ മരണപ്പെട്ടു പോയി, അവർക്ക് വേണ്ടി ദ്വാരക്കണം. ഇതൊക്കെ മരണപ്പെട്ടു പോയവരാണ്. മജീദ് എം ഗെ, അതുപോലെ ഷറഫു, സുബൈർ, അബ്ബാസ്, അതുപോലെ നമ്മുടെ പ്രവർത്തകൻ സിദ്ദീഖിന്റെ ഉമ്മയുപ്പയും രോഗശൈലിയിലാണ് ദ്വാരക്കാൻ. അല്ലാഹു എല്ലാം സലാമത്താക്കട്ടെ. മരണപ്പെട്ടു പോയ മുഴുവൻ ആളുടെ ഖബറുകളും അല്ലാഹു സന്തോഷിപ്പിക്കുമാറാകട്ടെ. അതുപോലെ ഒരുപാട് ആളുകൾ നമ്മുടെ പരിപാടിയോട് അൽഹംദുലില്ലാഹ് എത്ര നല്ല റാഹത്തോടുകൂടി നമ്മുടെ സഹോദരന് കുട്ടികൾക്ക് വേണ്ടി ദ്വാരക്കണം. അതുപോലെ കുട്ടികളില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊക്കെ വേണ്ടി ദ്വാരക്കണം. പഠിച്ചവനെ അത്ഭുതകരമായി നീ നല്ല സൽസന്താനത്തെ, കണ്ണിന് കുളിർമയുള്ള മക്കളെ നൽകണം അല്ലാഹ്. അതുപോലെ ഈ പരിപാടിയോട് പല നിലക്കും സഹകരിച്ച പലരുണ്ട്. അതുപോലെ പറഞ്ഞതുപോലെ ഗൾഫിൽ ഇതിന്റെ പ്രതിനിധികൾ പലരുണ്ട്. അല്ലാഹു എല്ലാവർക്കും ഖൈറു നൽകുമാറാകട്ടെ. ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു മദ്ഹ് ചൊല്ലിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ചെറിയ ഒരു ദുആ ചെയ്യുകയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഖിയാമത്ത് നാൾ വരെ പടച്ചവനെ ഇത് നിലനിർത്തണേ അല്ലാഹ്. ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച മുഴുവൻ ആളുകളെയും നീ കബൂലാക്കണേ അല്ലാഹ്. ഈ നാട്ടിൽ സമാധാനം കൊടുക്കണേ അല്ലാഹ്. സംഘടനകൾ, അഹ്ലുസുന്നയുടെ സംഘടനകൾ തമ്മിൽ ഒന്നിച്ച് രഞ്ജിപ്പോടെ സന്തോഷത്തോടെ നല്ല റാഹത്തായി മുന്നോട്ട് പോയി സുന്നത്ത് ജമാഅത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കാനുള്ള ഭാഗ്യം കൊടുക്കണം അല്ലാഹ്. ഒരൊറ്റ പുത്തൻവാദിയെയും പടച്ചവനെ പരിസരത്തടുപ്പിക്കാത്ത നിലയ്ക്ക് സുന്നത്ത് ജമാഅത്തിന്റെ സ്വാലിഹീങ്ങൾ, മഹാന്മാർ നമ്മളെ ഏൽപ്പിച്ചു പോയ ആ ജിഹ്വയെ മുറുകെ പിടിക്കുന്ന നല്ല സ്വാലിഹീങ്ങളിലും ഖാദിമീങ്ങളിലും ഞങ്ങളെ പെടുത്തണം അല്ലാഹ്. പ്രത്യേകിച്ച് നാട്ടുകാരെ പെടുത്തണം അല്ലാഹ്. എല്ലാ ആളുകളും ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു ചെറിയ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഒരു മദ്ഹ് ചൊല്ലിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാം.
എല്ലാ ആളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് സല്ലാ അലൈക യാ റസൂലല്ലാഹ് വസല്ലിം അലൈക യാ ഹബീബല്ലാഹ്. صلى عليك يا رسول الله وسلم عليك يا حبيب الله صلى عليك يا رسول الله. നല്ല വെയിറ്റ് ഉള്ളതിലെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് صلى عليك يا رسول الله وسلم عليك يا حبيب الله صلى عليك يا رسول الله وسلم عليك يا حبيب الله. بشهر ربيع قد بدا نوره الأعلى فيا حبذا بدرا بذاك الحما يدلى بشهر ربيع قد بدا نوره الأعلى فيا حبذا بدرا بذاك الحما يدلى. الله 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 الله. صلى عليك يا رسول الله وسلم عليك يا حبيب الله صلى عليك يا رسول الله وسلم عليك يا حبيب الله. चारों तरफ नूर छाया आका का मिलाद आया चारों तरफ नूर छाया आका का मिलाद आया खुशियों का पैगाम लाया आका का मिलाद आया खुशियों का पैगाम लाया आका का मिलाद आया. अल्लाह 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 अल्लाह. सल्ला अलैका या रसूल अल्लाह सल्ला अलैका या रसूल अल्लाह. रब्बना या रब्बना रब्बना या रब्बना रब्बना या रब्बना रब्बना. എൻ്റെ കയ്യിലോട്ട് നിങ്ങൾ ഇങ്ങോട്ടൊന്ന് നോക്ക് മനുഷ്യങ്ങൾ എൻ്റെ മുഖത്തോട്ടൊന്ന് നോക്ക്. ربنا يا ربنا 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 ربنا يا ربنا. مولاي صل وسلم دائما أبدا على
خير الخلق كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ثم رضي الله عن أبي بكر وعن عمر وعن سبحان ذي الكرم يا ربي بالمصطفى بلغ مقاصدنا يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على خير الخلق كلهم الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد رحم الراحماയ അല്ലാഹ് കരുണയുള്ള നാഥനായ തമ്പുരാനെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ അല്ലാഹ് നീ പൊരുത്തപ്പെടണേ അല്ലാഹ് ഉച്ചവനെ അല്ലാഹുവേ നിന്റെ ഹബീബിന്റെ മഹബത്ത് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഉച്ചവനെ സദസ്സിനെ നീ ഖബൂലാക്കണേ അല്ലാഹ് നീ ഖബൂലാക്കണേ അല്ലാഹ് ഇതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ചെയ്ത മുഴുവൻ ദോഷങ്ങളും പൊറുക്കണേ അല്ലാഹ് ഉച്ചവനെ പാപികളായി ഞങ്ങളെ ഒരാളിനെയും നീ മരിപ്പിക്കല്ലേ അല്ലാഹ് നീ മരിപ്പിക്കല്ലേ അല്ലാഹ് അല്ലാഹുവേ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും പ്രതികൂലതകളും അവലാദികളുമുള്ള പലരും ആമീൻ പറയുകയാണല്ലോ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ പല വേദനകളും നൊമ്പരങ്ങളും ഉള്ളവരാണ് എല്ലാറ്റിൽ നിന്നും ഇവരെ കരകയറ്റണേയല്ലാ പടച്ചവനെ അല്ലാഹുവേ മക്കളില്ലാത്തവരുണ്ട് മക്കളെ നൽകണേ അല്ലാ ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ പടച്ചവനെ അല്ലാഹുവേ ക്യാൻസർ എയ്ഡ്സ് അതുപോലെയുള്ള മാരക ഭീകര ബീഭത്സ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും പറയപ്പെട്ടവരെയും പ്രത്യേകിച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും അല്ലാഹുവേ ഞാൻ ഇന്ന് പറഞ്ഞ ആ രോഗിയെയും നീ സലാമത്താക്കണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി പലരും ഖബറുകളിലാണ് ആ ഖബറുകളിൽ സമാധാനം നൽകണേ അല്ലാഹ് വിശാലത നൽകണേ അല്ലാഹ് സ്വർഗീയ ആരാമമാക്കി അലങ്കരിക്കണേ അല്ലാഹ് അച്ചോനെ അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ അല്ലാഹ് അമ്പുരാനെ അല്ലാഹുവേ മരണം വരെ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളാക്കണേ അല്ലാഹ് ഈ നാട്ടിൽ നല്ല സമാധാനവും ഐക്യവും കൊടുക്കണേ അല്ലാഹ് അച്ചോനെ ഞങ്ങളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ ഒരുപാട് ഉലമാക്കളുണ്ട് സാദാത്യങ്ങളുണ്ട് അല്ലാഹുവേ അവരുടെ ഖബറുകളൊക്കെ പ്രവിശാലമാക്കി കൊടുക്കണേ അല്ലാഹ് അല്ലാഹുവേ താജുൽ ഉലമ ഖബറിലാണ് അല്ലാഹ് അച്ചവനെ അവരുടെ ദറജ നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ് അല്ലാഹുവേ അവിടുത്തെ ഖബർ പ്രവിശാലമാക്കി സ്വർഗീയ ആരാമമാക്കി അലങ്കരിക്കണേ അല്ലാഹ് അച്ചവനെ സമുദായത്തിന്റെ ഇടയ്ക്ക് ഐക്യം വേണമെന്ന് പണ്ഡിതന്മാർക്കിടയ്ക്ക് യോജിപ്പും ഐക്യവും നല്ല റാഹത്തും വേണമെന്ന് അതിയായി ആഗ്രഹിച്ച ഒരു സയ്യിദ് ഉണ്ടായിരുന്നു അച്ചവനെ പാണക്കാട് പൂമുത്ത് ശിഹാബ് തങ്ങൾ ഖബറിലാണ് അച്ചവനെ ആ ഖബർ നീ സന്തോഷിപ്പിക്കണേ റബ്ബേ ആ ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ് അല്ലാഹുവേ നോക്കത്താ ദൂരത്തോളം വിശാലമാക്കണേ അല്ലാഹ് അച്ചവനെ ആ തങ്ങളെ കണ്ടു പഠിക്കാൻ മറ്റുള്ള തങ്ങന്മാർക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ അല്ലാഹുവേ പടച്ചവനെ പല ആലിമീങ്ങളും ഖബറിലാണ് നൂറുൽ ഉലമ ഖബറിലാണ് കൻസുൽ ഉലമ ഖബറിലാണ് പടച്ചവനെ നൂറുൽ ഉലമ ഖബറിലാണ് നെല്ലിക്കുത്ത് ഉസ്താദ് ഖബറിലാണ് അല്ലാഹുവേ ഒരുപാട് ആലിമീങ്ങൾ ഖബറിലാണ് പടച്ചവനെ അവരുടെ ഖബറുകൾ നീ സന്തോഷപ്രദമാക്കണേ അല്ലാഹ് നാഥനായ തമ്പുരാനെ വിനീതന്റെ ഉസ്താദിന്റെ ഉസ്താദുമാരാകുന്ന ശംസുൽ ഉലമയും ഇ കെ ഹസൻ ഉസ്താദും ഖബറിലാണ് ഖബറുകളിലാണ് അവിടുത്തെ ദറജകളും നീ വർദ്ധിപ്പിക്കണേ റബ്ബേ പടച്ചവനെ അവരുടെ ദറജയും വർദ്ധിപ്പിക്കണേ അല്ലാഹ് അവരുടെ മദദും ഹിമായത്തും ബർക്കത്തും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് പടച്ചവനെ ഞങ്ങളുടെ ദുആകളെ സ്വീകരിക്കണേ അല്ലാഹ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന വിശ്വാസികളും അല്ലാഹുവേ മ്യാൻമാറിലെ റോഹിംഗ്യ മുസ്ലിമീങ്ങൾ പടച്ചവനെ അല്ലാഹുവേ
പടച്ചവനെ അവർ മുസ്ലിമീങ്ങളാണ് എന്നതിന്റെ പേരിൽ മാത്രം ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദികളാകുന്ന ബുദ്ധിസ്റ്റുകൾ അവരെ വെട്ടിക്കൊന്നും കരിച്ചു കളഞ്ഞും പടച്ചവനെ അല്ലാഹുവേ മരത്തിലാണി അടിച്ചും തുണ്ടം തുണ്ടമാക്കി വെട്ടി നുറുക്കിയും പടച്ചവനെ ക്രൂരമായി കൂട്ടിയിട്ട് കൊല ചെയ്യുകയാണ്. നീ അവരെ പാഠം പഠിപ്പിക്കണേ അല്ലാഹ്. ആ വിശ്വാസികൾ ഇവിടെ പറഞ്ഞു പോയവർക്ക് സ്വർഗത്തിലിടം നൽകണേ റബ്ബേ. ശുഹദാക്കളുടെ പട്ടികയിൽ നീ പെടുത്തണേ റബ്ബേ. ശേഷിക്കുന്നവർക്ക് സമാധാനം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം تب علينا إنك أنت التواب الرحيم. اللهم ربنا ارحمهما كما ربونا صغارا. بزدنا علما نافعا آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله عليه وسلم. اللهم صل على محمد ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين. الحمد لله رب العالمين. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. പ്രത്യേകിച്ച് ഉമ്മമാരോടൊക്കെ പ്രത്യേകം ഓർമ്മപ്പെടുത്തി വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ പരിപാടിയുമായിട്ട് സഹകരിച്ച സുലൈമാൻ വസീഫ് ഉസ്താദ് ഉദ്ഘാടനം ചെയ്ത് കണ്ണങ്ങത്ത് കുഞ്ഞാന്, അൻവർ സാദാത്ത്, വഹാബ് നൈമി കൊല്ലം ഉസ്താദിനും അതുപോലെ നമ്മുടെ ഈ പരിപാടിയുമായിട്ടും സഹകരിച്ച മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല അതിനുള്ള പ്രതിഫലം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഗം 3 സ്വലാത്തോടുകൂടി പിരിച്ചിടുന്നു. ഈ സ്ഥലം അനുവദിച്ചു തന്ന നമ്മുടെ തൊണ്ടിപ്പുറം ഹുസൈൻ ഉസ്താദിൻ്റെ മക്കൾക്കും നന്ദിയും രേഖപ്പെടുത്തി 3 സ്വലാത്തോടുകൂടി മൈക്ക് ഓപ്പറേറ്റർമാർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ യോഗം 3 സ്വലാത്തോടുകൂടി പിരിച്ചിടുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.